ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകാരേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇവിടെ പ്രസാദ് സർ പറഞ്ഞതുപോലെ സനാതന ധർമ്മവും കുടുംബ വ്യവസ്ഥിതിയും എന്നുള്ളതാണ് വിഷയം. അതില് ധർമ്മം എന്താണ് എന്ന് ഒരുപക്ഷെ മിക്കവാറും എല്ലാവർക്കും സനാതന ധർമ്മം എന്നുള്ള പദം നമ്മൾ ധാരാളം കേൾക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ധർമ്മം എന്താണ് എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ധാരണ കാണും. എങ്കിലും വിഷയം അതായതുകൊണ്ട് പരാമർശിക്കാതെ വയ്യ. വളരെ ലളിതമായിട്ട് ധർമ്മം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ധർമ്മം എന്താണെന്ന് വെച്ചാൽ ധരിക്കേണ്ടത്. ധരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടത്, നമുക്ക് ഉചിതമായിട്ടുള്ളത് ഹിതമായിട്ടുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ചേരാത്തത് എന്നുള്ളതാണ് ധർമ്മം. അപ്പൊ എന്തൊക്കെയാണ് ഈ ധർമ്മം? നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. സത്യം മാത്രം പറയണം, അല്ലെ? മൂല്യങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ യുഗങ്ങളിലും ധർമ്മം ഒന്ന് തന്നെ ആയിരുന്നു. ചതുർയുഗങ്ങളെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. ആദ്യത്തെ യുഗം കൃതയുഗം, രണ്ടാമത്തെ യുഗം ത്രേതായുഗം, മൂന്നാമത്തെ യുഗം ദ്വാപരയുഗം, നാലാമത്തേത് ഇപ്പോഴുള്ള കലിയുഗം. ഈ 4 യുഗങ്ങളിലും ഈ ധർമ്മമാണല്ലോ നമ്മുടെ വിഷയം. ധർമ്മം ഒന്ന് തന്നെയാണോ? 4 യുഗങ്ങളിലെ പ്രധാനപ്പെട്ട ധർമ്മം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്നാൽ മറ്റു ചില ധർമ്മങ്ങളുണ്ട് എല്ലാ യുഗങ്ങളിലും പാലിക്കേണ്ടവ. അപ്പൊ എന്തുകൊണ്ടാണ് ഓരോ യുഗങ്ങളിലും പ്രധാനപ്പെട്ട ധർമ്മം വ്യത്യാസപ്പെട്ടത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ധർമ്മം ഏതൊക്കെയാണ് ഓരോ യുഗങ്ങളിലെന്ന് കേട്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ധർമ്മം മാറുന്നത്. കൃതയുഗത്തിലെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ തപസ്സും ധ്യാനവുമാണ്. നമ്മളെ കൊണ്ട് പറ്റുമോ? കലിയുഗത്തിന് വെറും തപസ്സൊന്നുമല്ല. നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ, എത്ര വർഷമാണ് തപസ് ചെയ്യുന്നത്, അല്ലേ? 100 കണക്കിന് 1000 വർഷമാണ്, അല്ലെ? ഒരു പ്രഭാഷണത്തിന് ഇരിക്കാനുള്ള പാടത്രയല്ലേ? നമ്മളുടെ ശ്രദ്ധ മാറാതെ ഇങ്ങോട്ട് തന്നെ നോക്കി ഈ ചിന്ത മാറാതെ ഇവിടെ ഇരിക്കുമ്പോൾ പോലെ നമുക്ക് വിചാരം ഇനി രാത്രി പോയിട്ട് പാത്രം കഴുകാനുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തൊക്കെ വിചാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പൊ നമുക്ക്, അല്ലെ, ചില സമയത്ത് ചിലർ പാവം വിഷമക്കാരെ വാച്ചൊക്കെ നോക്കുന്നത് കാണാം. എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നും, അവരോട് സഹതാപമുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, ഇവരെന്നോട് പറഞ്ഞിട്ടാണ് കയറ്റിയിരിക്കുന്നത്, ഇത്ര നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചോണം. അപ്പൊ നമുക്ക് പിന്നെ നോ അതർ ഓപ്ഷൻ. അപ്പൊ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നതിന് വിരോധമൊന്നുമില്ല കേട്ടോ, നമുക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാല് കൃതയുഗത്തിൽ പറഞ്ഞിരിക്കുന്നത് തപസ്സും ധ്യാനവുമാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാല് 100 കണക്കിന് 1000 വർഷമാണ് തപസ് ചെയ്യുന്നത്. അതിന് കാരണം ഈ 4 യുഗങ്ങളിലെയും ആളുകളുടെ ശാരീരിക പ്രകൃതി വ്യത്യാസപ്പെട്ടിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൃതയുഗത്തിലെ ആളുകൾ വളരെ വലിയ സൈസ് ഉള്ളവരായിരുന്നു, ജൈജാന്റിക് ഫിഗേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രമാത്രം ശരീരം ഉള്ളവരായിരുന്നു. മാത്രമല്ല അവരുടെ ആയുസ് വളരെ കൂടുതലായിരുന്നു. ഇത് ആചാര്യന്മാരെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് ത്രേതായുഗം വരുമ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം ഈ വലിപ്പത്തിന്. പിന്നെ ഇവരുടെ ജീവൻ, നമ്മൾ ഈ പുരാണമൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിഹാസങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് കേൾക്കാം, പുരാണത്തിലാണ് കൂടുതൽ. ഇതിഹാസം എന്ന് പറയുമ്പോൾ ത്രേതായുഗം ദ്വാപരയുഗം ഒക്കെ ആയില്ലേ, അതിൽ പറയാം എല്ലും തോലും ആകുന്നത് വരെ തപസ് ചെയ്തു എന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തോരം എക്സാജറേഷൻ ആണ്, അല്ലെ? പുരാണത്തിൽ കുറച്ച് അതിശയോക്തി ഉണ്ട്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ബോൺസ് ഇൻടാക്റ്റ് ആയിട്ട്, സ്കെൽറ്റൻ ഇൻടാക്റ്റ് ആയിട്ട് ഇരുന്നാൽ ജീവനുണ്ട്. മജ്ജയും മാംസം എല്ലാം പോയാലും ബോൺസ് ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം
ലൈഫ് ഉണ്ടായിരുന്നു. അവർക്ക് ആഹാരമൊന്നും അല്ലായിരുന്നു ഏറ്റവും പ്രധാനം. അവരെല്ലായ്പ്പോഴും കൂടുതലും ഈശ്വരനെ ചിന്തിച്ചുകൊണ്ട് ആ ബ്രഹ്മഭാവത്തിൽ വർത്തിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് എന്താണ് അവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെ തപസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പൊ കൃതയുഗത്തിൽ നമുക്കിത് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ വളരെ ചെറിയ ആളുകളെ പറ്റിയൊക്കെ പഠിക്കുന്നില്ലേ അല്ലേ? നമ്മൾ ഈ എന്താ പറയുന്ന അതിന്റെ പേര് ഡ്വാർഫ്, പിന്നെ ഈ ഐസ് ഇതിലൊക്കെ താമസിക്കുന്ന അങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ കാലത്തുള്ളതാണ്, ഈ കാലത്ത് പോലും ഉണ്ട്. അപ്പൊ പിന്നെ ആ കാലത്ത് അങ്ങനെ ഇല്ലാന്ന് നമ്മൾ എന്തൊക്കെയാണ് ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ യുഗധർമ്മം അതായിരുന്നു, അത് നമുക്ക് പറ്റില്ല. ഇനി ത്രേതായുഗത്തിലേക്ക് വന്നാൽ കുറച്ചും കൂടെ സൈസ് കുറഞ്ഞു, എന്നാലും ഒട്ടും മോശമൊന്നുമല്ല. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ശ്ലോകം ചൊല്ലുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ആജാനുബാഹു എന്നാണ് പറയുന്നത് അല്ലെ? ആജാനുബാഹു എന്ന് പറഞ്ഞാൽ ജാനു എന്ന് പറഞ്ഞാൽ മുട്ട്, ബാഹു എന്ന് പറഞ്ഞാൽ കയ്യ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, കൈ എവിടം വരെ ഉണ്ട്? കാൽമുട്ട് വരെ. നമുക്കെങ്ങാനും നമ്മൾ എങ്ങനെ കൈ ആഹാരമൊക്കെ കഴിക്കും? ഇത് ഇങ്ങനെ വരുന്നത് തന്നെ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ്. അത്ര മാത്രം സൈസ് ഉള്ളവരായിരുന്നു അത്. ഇത് ശരിക്കും പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, കാശ്മീരൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പൊ അവിടെ പറഞ്ഞു, കാശ്മീരിൽ ഈയിടെ നടത്തിയ ഒരു എക്സ്കവേഷനിൽ ഏകദേശം 10 അടിയുള്ള ആളുടെ സ്കെൽട്ടൺ കിട്ടി. ഏകദേശം നിയർലി 10 feet. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഏറ്റവും ഹൈയസ്റ്റ് ഹൈറ്റ് ഉള്ള ആളെന്ന് പറയുന്നത് 8.5 എങ്ങനെ എന്തോ ആണ് അല്ലെ? ഒരു 6-6.25 അടിയുള്ള ഒരാൾ പോലും നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ 6 അടിയുള്ള ഒരാൾ വന്ന് നിന്നാൽ പോലും നമ്മൾ എങ്ങനെയാ നോക്കുക അല്ലേ? അപ്പൊ ഇവിടെ 9.5-10 ഫീറ്റിനടുത്തുള്ള സ്കെൽട്ടൺ കിട്ടി. സ്കെൽട്ടൺ എത്ര ഉണ്ടെങ്കിൽ തലയെല്ലാം കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് കാണും. ഒരു 10 അടി ഹൈറ്റ് ഉള്ളത്. ഇപ്പോഴത്തെ റെക്കോർഡ് അനുസരിച്ച് 8.5 വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ വളരെ കൂടുതലാണ് സ്കെൽട്ടൺ കിട്ടിയിട്ടുണ്ട് എന്ന്. മാത്രമല്ല, നിങ്ങൾ പുട്ടപർത്തി പോകുന്ന വഴിക്ക് ഏകദേശം ആ വഴിക്ക് ആന്ധ്രയിൽ ലപാക്ഷി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലർ പോയിട്ടുണ്ടായിരിക്കും. അവിടെ ഇങ്ങനെ കുറേ തൂണുകളുണ്ട്. അതിൽ ഒരു തൂണ് നിലത്ത് തൊട്ടിട്ടില്ല. അപ്പൊ അവരത് കാണിച്ചു തുണിയൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വിട്ട് കാണിക്കും. അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ വലിയ പാദങ്ങളുണ്ട്, ജഡായുണ്ട്, ഹനുമാന്റെ ഉണ്ട്. ആ പാദത്തിന്റെ സൈസ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രമാത്രം വലുപ്പമാണ്. എന്നിട്ട് അവിടെ ആഹാരം കഴിക്കുന്നതിനുള്ള പ്ലേറ്റ് ഉണ്ട്. പ്ലേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പാറ തുറന്ന് കുഴി ഉണ്ടാക്കിയിരിക്കുകയാണ് വട്ടത്തിൽ. എന്നിട്ട് അതിലാണ് അവർ വിളമ്പി കഴിച്ചുകൊണ്ടിരുന്നത്. ആ പ്ലേറ്റിന്റെ ഒക്കെ വലുപ്പം കാണും, പണ്ടേ ഉള്ളതാണ്. ഇതൊക്കെ മിക്കവാറും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത്ര വർഷം പഴക്കമുള്ളതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പാദത്തിനൊക്കെ വളരെ വലുപ്പമാണ്. കാരണം ഇതിലെ ചരിത്രം മുഴുവൻ നടന്നിരിക്കുന്നത് രാമായണ കാലത്താണ്. അബ്ദുൽ കലാം സാർ പറയും, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മല എന്ന് പറയുന്നത് തിരുച്ചിറപ്പള്ളിയിലെ മലയാണ്. ഉച്ചിപ്പിള്ളയാറിലെ ഈ ഉച്ചിപ്പിള്ളയാറ് എന്താണെന്ന് വെച്ചാൽ ശ്രീരംഗനാഥൻ എല്ലാവർക്കും അറിയാലോ. രംഗനാഥൻ എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ കുലദൈവമാണ്. അപ്പോൾ അവരൊരു പാത്രത്തിലൊക്കെ വെച്ചിട്ടാണ് പൂജിക്കുക. അപ്പൊ എന്ത് ചെയ്തു? പട്ടാഭിഷേകം കഴിഞ്ഞാൽ ഇപ്പോൾ പോകുന്ന എല്ലാവർക്കും ഓരോ സമ്മാനം കൊടുത്തു. വിഭീഷണന് കൊടുത്തത് കുലദൈവത്തെയാണ്. എന്നാലോചിക്കുക വിഭീഷണന്റെ ഭാഗ്യം. അപ്പൊ ഈ കുലദൈവമൊക്കെ ആയിട്ട് പോകുമ്പോൾ പറഞ്ഞു, ഇതെവിടെയും നിലത്ത് വെക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ കാവേരിയുടെ മുകളിലൂടെ, ഇത് രാക്ഷസന്മാരല്ലേ ഇങ്ങനെ മഴയാവിക്കുന്നതൊക്കെ അറിയാലോ, കാവേരി തീരത്തിന്റെ മുകളിലൂടെ പറക്കുമ്പോൾ പെട്ടെന്ന് രംഗനാഥന് ഇവിടെ വസിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പൊ ആ സമയം വിഭീഷണന്റെ മനസ്സിൽ അതിനനുസരിച്ചുള്ള തോന്നൽ ഭഗവാൻ ഉണ്ടാക്കും. സന്ധ്യാവന്ദനം ചെയ്യാൻ സമയം, നമ്മുടെ ഗോകർമ്മത്തിനെ പോലെയുള്ള ഐതിഹ്യം. അപ്പൊ എന്തായാലും നിലത്ത് വെക്കാനും പാടില്ല. അപ്പോഴാണ് അവിടെ ഒരു ഉണ്ണിക്കുട്ടൻ വന്നത്. ഉണ്ണിക്കുട്ടനോട് ചോദിച്ചു, ഇതൊന്നും പിടിച്ചോളാവോ, നിലത്ത് വെക്കരുത് എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് നിർദ്ദേശം വളരെ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു. നേരെ സന്ധ്യാവന്ദനം ചെയ്യാൻ സമുദ്രത്തിലോട്ട് പോകും, വെച്ചിട്ട് ഒറ്റ ഓട്ട. അപ്പോഴാണ് വേഗം വിഭീഷണൻ ഒരു സംശയം തോന്നി തിരിഞ്ഞു നോക്കിയത്. ഓട്ടി വന്നിട്ട് എടുത്ത് നോക്കി, ഇത് അനങ്ങുന്നില്ല. ഇവനെ പിടിക്കാനായിട്ട് ഓടി 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 ഇതെന്ത് ഈ കുട്ടി ഒരു മല കയറി. മലയുടെ മുകളിൽ കയറിയപ്പോൾ പിടിച്ചിട്ട് തലയ്ക്ക് ഒറ്റ കൊട്ടു കൊടുത്തു.
അവിടെ അങ്ങ് കുഴിഞ്ഞുപോയി. ഇപ്പോഴും ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിന്റെ മുകളില് ഉച്ചിപ്പിള്ളയാറുണ്ട്. ആ ഗണപതിയാണ് തല കുഴിഞ്ഞിട്ടാണ്. സാധാരണ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളാണ് മുകളിൽ. ഇത് ഗണപതി ഓടി കയറിയതാണ്. അത്രയും മുകളിൽ കയറിയാണ് ഇരിക്കുന്നത്. അപ്പൊ ഗണപതി ഭഗവാൻ പറഞ്ഞു, ഇത് രംഗനാഥസ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാനിത് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെയാണത് ശ്രീരംഗം എന്നുള്ള പേര് കിട്ടിയത്. രംഗനാഥനാണ് ശ്രീരാമചന്ദ്രന്റെ കുലദൈവം. ഇന്നും ഗർഭഗൃഹത്തിന് ഉള്ളിൽ ആ മൂല വിഗ്രഹം ഉണ്ട്. ശ്രീരംഗനാഥൻ വലുതല്ലേ, അല്ല അനന്തശയനം പോലെയല്ലേ, പക്ഷെ ആ മൂല വിഗ്രഹം ഇന്നും അവിടെയുണ്ട്. അപ്പൊ അബ്ദുൽ കലാം സാർ പറയും, ഇത് ത്രേതായുഗത്തിൽ നടന്ന ചരിത്രമല്ലേ, അപ്പൊ ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന മല ഇതാണ്. അതുകൊണ്ട് അതിനെ പ്രദക്ഷിണം ഗിരിവലം വെക്കുന്നത് വളരെയധികം വിശേഷമുള്ള കാര്യമാണ്. ഭഗവാൻ സത്യസായി ബാബ ഒരിക്കൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഒരു മോതിരം മാനിഫെസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇവർക്ക് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അല്ലെ. പ്രപഞ്ചത്തെ പോലും സൃഷ്ടിക്കാൻ പറ്റുന്ന ഋഷീശ്വരൻ ആചാര്യന് അല്ലെങ്കിൽ ഭഗവാന് ഈ മോതിരമൊക്കെ സൃഷ്ടിക്കുന്നതാണോ വലിയ കാര്യം? നമുക്കിങ്ങനെ തോന്നുന്നതിന് കാരണം നമുക്ക് ഈ കഴിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ അതിനുള്ള പരിശ്രമവും നടത്തിയിട്ടില്ല അല്ലെ. ഒരു ദിവസം 25,000 വെച്ച് ഒരു വർഷം നമ്മൾ നാമം ജപിച്ചാൽ പോലും നമ്മളിൽ പല സിദ്ധികളും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ചെയ്യാതെ, ഇതിനുള്ള ശ്രമം നടത്താതെ നമ്മളിത് പറയുന്നതെല്ലാം വെറുതെയാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മൾക്ക് പറ്റുന്നത് മാത്രമേ നമ്മൾ വിശ്വസിക്കൂ എങ്കിൽ PT ഉഷ ഓടിയിട്ടില്ല. ശരിയല്ലേ? PT ഉഷ ഓടുന്ന പോലെ ആർക്കെങ്കിലും പറ്റുമോ? PT ഉഷ അതിനെ ശ്രമിച്ചു, അതുകൊണ്ട് PT ഉഷയ്ക്ക് അത് പറ്റും എന്ന് വെച്ച് ഇത് നടക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം മോതിരം മാനിഫെസ്റ്റ് ചെയ്തു ബാബ. നോക്കുമ്പോണ്ട് ഒരു 2-3 വിരല് കയറുന്ന ഒരു മോതിരം. അപ്പൊ ചോദിച്ചു, ബാബ ഇതെന്താ ഇങ്ങനെ? അപ്പൊ ബാബ പറഞ്ഞു, അന്നുള്ളവരുടെ ശരീരപ്രകൃതി ഇതായിരുന്നു. ഏകദേശം ശ്രീരാമചന്ദ്ര സ്വാമി 8 അടിയോ അങ്ങനെ എന്തോ പറഞ്ഞു. ത്രേതായുഗത്തിൽ 8 അടിയോ എന്തോ പറഞ്ഞു. സീതാദേവിക്കും ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് അതുകൊണ്ടായിരുന്നു അന്നുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദർശം ധർമ്മമായിരുന്നു. ധർമ്മ മൂലം ഇതം ജഗത്. അവര് ധർമ്മത്തിന് വേണ്ടിയാണ് ജീവിച്ചിരുന്നത്. അവരുടെ ആദർശം ധർമ്മമായിരുന്നു. ഏറ്റവും ആധ്യാത്മികമായിട്ട് ഈശ്വരനെ തന്നെ ചിന്തിച്ചാണ് കൂടുതൽ ആളുകളും ജീവിച്ചിരുന്നത്. അന്ന് കുറച്ച് ആളുകളാണ് ഈശ്വര ഭജനം. ടോട്ടൽ പോപ്പുലേഷന്റെ പെർസെൻറ്റേജ് നോക്കണം. അതുകൊണ്ട് അന്ന് വളരെയധികം അധർമ്മികളായിട്ടുള്ളവരെ കൊല്ലാൻ എളുപ്പമായിരുന്നു. ഇന്ന് എങ്ങാനും അങ്ങനെ നോക്കിയാൽ നമ്മുടെ പോപ്പുലേഷൻ റേറ്റ് തന്നെ ഇല്ലാതെയാണ്. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കൊല്ലാനൊന്നും പറ്റില്ല, ട്രാൻസ്ഫർമേഷനെ പറ്റും. കാരണം അന്ന് എണ്ണം കുറവായിരുന്നു അധർമ്മികളുടെ. ഇപ്പൊ കമ്പാരിറ്റീവ്ലി ടോട്ടൽ പോപ്പുലേഷന്റെ റേറ്റ് നോക്കുമ്പോൾ കുറവായിരുന്നു. അന്നത്തെ പ്രത്യേകത, മജ്ജയും മാംസവും ഉള്ളിടത്തോളം കാലം ജീവൻ ഉണ്ടായിരുന്നു ശരീരത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നുള്ളവരുടെ യുഗധർമ്മം എന്ന് പറയുന്നത് യാഗവും യജ്ഞങ്ങളുമായിരുന്നു. യാഗയജ്ഞങ്ങളുമാണെങ്കിലും കുറെ കാലമല്ലേ ചെയ്യുന്നത് അല്ലെ, വളരെയധികം കാലം നീണ്ടു നിൽക്കും. എത്രയോ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു യുഗധർമ്മം ഇങ്ങനെയായിരുന്നു. കാരണം അവർക്ക് എന്താണ്, തപസ് ചെയ്യാൻ മാത്രമുള്ള ആയുസ് ഇല്ല. ഇനി അടുത്ത യുഗം ഏതാണ്? ദ്വാപരയുഗം. ദ്വാപരയുഗം വന്നപ്പോൾ വീണ്ടും ശരീരത്തിന്റെ വലിപ്പം കുറഞ്ഞു, ആയുസിന്റെ വലിപ്പം കുറഞ്ഞു. ശ്രീകൃഷ്ണൻ 125 വർഷക്കാലമാണ് ജീവിച്ചിരുന്നത് അല്ലെ. അന്ന് എങ്ങനെയായിരുന്നു വെച്ചാല്, ശരീരത്തിൽ രക്തമുള്ളിടത്തോളം കാലം ജീവൻ നിലനിൽക്കും. അതുകൊണ്ടാണ് 56 ദിവസം രക്തം ഒലിച്ചു മുഴുവൻ ഇല്ലാതെയായിട്ടാണ് ഭീഷ്മർ ജീവൻ പോയത്. പടക്കളത്തിലാണെങ്കിലും അവരെല്ലാവരും ഇറങ്ങി മൂളി അവിടെ കിടക്കുന്നതായിട്ട് പറയുന്നുണ്ട് അല്ലേ. യുദ്ധഭൂമിയിൽ എല്ലാവരും ഇറങ്ങി കിടന്നുകൊണ്ട് യുദ്ധഭൂമിയിൽ അമ്പേറ്റ് വീണ് കിടന്ന് സംസാരിക്കുന്നൊക്കെ ആയിട്ട് ഇതിനകത്തുണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രക്തം മുഴുവൻ ഒലിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ജീവൻ പോവുകയില്ലായിരുന്നു. പക്ഷെ അന്ന് എന്തിനായിരുന്നു പ്രാധാന്യം? ത്രേതായുഗത്തിലെ ധർമ്മത്തിനായിരുന്നു എങ്കിൽ ഈ യുഗത്തില് ധനത്തിനായിരുന്നു പ്രാധാന്യം. പഞ്ചപാണ്ഡവരും കൗരവരെന്ന് പറയാൻ പാടില്ല, പഞ്ചപാണ്ഡവരും കൗരവരും തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു കുലമാണ് അല്ലെ. ഇപ്പൊ ദുര്യോധനാദികളും ഈ പഞ്ചപാണ്ഡവരും തമ്മിൽ യുദ്ധം നടന്ന എന്തിനു വേണ്ടിയിട്ടാണ്?
ധനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ധനം മൂലം ഇതം ജഗത്. അന്ന് ധനം, തല, ബുദ്ധി ഉപയോഗിച്ച് കാശ് എങ്ങനെ ഉണ്ടാക്കണം എന്നാണ്. അപ്പൊ അന്ന് ആയുസ് കുറച്ചും കൂടി കുറവായതുകൊണ്ട് അർച്ചനമായിരുന്നു ആ യുഗധർമ്മം. അർച്ചന, ഭഗവാനെ കൂടുതൽ നമ്മൾ വലിയ വലിയ രുദ്രാഭിഷേകമൊക്കെ നടത്തി അർച്ചന ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞ് കലിയുഗത്തിലേക്ക് വന്നു. കലിയുഗം വന്നപ്പോഴെന്താണ്, ഒരു രുദ്രാഭിഷേകമൊക്കെ നടത്തി അല്ലെങ്കിൽ ഒരു അതിരുദ്രമൊക്കെ നടത്തണമെങ്കിൽ എന്തുമാത്രം നമുക്ക് ബുദ്ധിമുട്ടാവുന്നു ഇരിക്കാനൊക്കെ അല്ലേ. ഇപ്പൊ പ്രഭാഷണത്തിന് തന്നെ എന്നോട് എല്ലാവരും നിലത്തോന്നാണ്ട് നടുവിന് ഇച്ചിരി പെയിൻ ഉള്ളത് കൊണ്ടാണ്, ഒരു പൊട്ടലുള്ളത് കൊണ്ടാണ് കസേരയിലിരിക്കുന്നത്. ഇനി അതല്ലാത്ത പ്രഭാഷകരാണെങ്കിലും പറയും 2 മണിക്കൂറൊക്കെ ഒന്ന് മടക്കി വയ്ക്കും, ഒന്ന് പൊക്കി വയ്ക്കും അല്ലേ. നമുക്ക് നമ്മുടെ ശരീര പ്രകൃതി അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് ഈ യുഗധർമ്മങ്ങളൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് ഭഗവാനാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ അവസ്ഥകളൊക്കെ അറിയാവുന്നത്. അപ്പൊ ഭഗവാൻ നമ്മളോട് എന്ത് പറഞ്ഞു, മറ്റേ യുഗത്തിലെങ്ങനെ ജനിച്ചിരുന്നെന്ന് ആലോചിച്ച് നോക്കി. ജീവിതത്തിന്റെ 3/4 ഭാഗം എന്ന് തപസ് ചെയ്താലേ എന്തെങ്കിലും വരം കിട്ടും. ഇതിപ്പോ എന്താണ്, യുഗധർമ്മം നാമജപം, നാമസങ്കീർത്തനം മതി. അതാണ് ഈ യുഗധർമ്മം. പക്ഷെ ഈ യുഗത്തില് എന്താണ് ഇല്ലാത്തത്? ദയ, കമ്പാഷൻ, അതില്ല. അതില്ലാത്തത് കൊണ്ടാണ് ഈ യുഗത്തിനെ കലഹയുഗം എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാ? ആരോടും ഒരു പ്രേമമില്ല, ദയയില്ല, ഇത്ര മാത്രമാണ്. അപ്പൊ ഈ ജീവിതത്തില് ജീവൻ എത്ര കാലം നിൽക്കും? ആഹാരം കഴിക്കുന്നത് വരെ. ആഹാരം നിർത്തിയാലോ നമ്മുടെ ജീവൻ പോകും അല്ലെ. കുറേ ദിവസം ആഹാരം കഴിക്കാതിരുന്നാല് നമ്മൾ മരിച്ചു പോകും അല്ലെ. അത് ഈ യുഗത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ ഇങ്ങനെ അല്ലാത്ത ലോകങ്ങളുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൊട്ടക്കിണറ്റിലെ തവളകളാണ് അല്ലെ. ശരിക്കും ധാരാളം അന്യഗ്രഹ ജീവിയൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് സത്യമായിരിക്കും. കാരണം നമ്മുടെ ആചാര്യന്മാര് ഈ 14 ലോകം ഉണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇപ്പൊ 14 ലോകങ്ങളുണ്ട്. പക്ഷേ വാമനമൂർത്തി എത്ര ലോകം അളന്നെടുത്തത്? 3 ലോകം. അപ്പൊ ഇതെങ്ങനെയാ ശരിയാവുക? ഇതെങ്ങനെയാ ശരിയാന്ന് വെച്ചാല് ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ പറയും ഓം ഭൂർഭുവസ്വഹ അല്ലെ. ഇതെങ്ങനെയാണെന്ന് വെച്ചാല് എല്ലാത്തിനെയും ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ചു. 14 ലോകത്തിനെ 3ആയിട്ട് തിരിച്ചു. ഭൂമിയാണ് ഏകദേശം നടുവിലുള്ളത്. ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങൾ ഒരു സെറ്റ്. അപ്പൊ 1ആയി. ഭൂമി 1. അപ്പൊ 2ആയില്ലേ. ഈ ഭൂമിക്ക് മുകളിലേക്ക് അപ്പൊ എത്ര ലോകമുണ്ട്? 6 ലോകം. ഇങ്ങനെയാണ് ഭഗവാൻ അളന്നെടുത്തത്. എന്താ? ഭഗവാന്റെ വലിയ കാലല്ലേ. മുകളിലോട്ട് 6 ലോകം ഒറ്റയടിക്ക് അളന്നെടുത്തു. ഭൂമി അളന്നെടുത്തു, മുകളിലോട്ട് അളന്നെടുത്തു 6 താഴോട്ടുള്ള 7 ഒറ്റയടിക്ക് അളന്നെടുത്തു. അപ്പൊ അതാണ് ഈ 14 ലോകങ്ങൾ. ഈ 14 ലോകങ്ങളിലെയും ജീവിത രീതി വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അതറിയണമെങ്കിൽ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി പരമഹംസ യോഗാനന്ദയുടെ അമേരിക്കയിലെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള പുസ്തകം വായിച്ചാൽ മതി. അതില് ലൈഫ് ആഫ്റ്റർ ഡെത്ത് അതിനെപ്പറ്റി ഗുരുനാഥൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ കയ്യിലിരിപ്പ് അനുസരിച്ചാണ് നമുക്ക് അടുത്തടുത്ത ലോകങ്ങളും താഴോട്ടുള്ളതും ഒക്കെ കിട്ടുന്നത്. ഈ ജന്മങ്ങളിലൊക്കെ ചെയ്തനുസരിച്ച് ഓരോരുത്തർക്ക് ഡെപ്യൂട്ട് ചെയ്ത് കൊടുക്കും ഏതൊക്കെ ലോകമാണ്. ഹയർ വേൾഡിലോട്ട് പോകുമ്പോൾ അവിടെ ശരിക്കും ആഹാരത്തിന്റെ ആവശ്യമില്ല. ഓരോ ലോകത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എനർജി കിട്ടാനല്ലേ, ഊർജം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ ഈ എനർജിക്ക് ആഹാരം മാത്രമാണോ ഫോം? ലൈറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി, വാട്ടർ ഇസ് എ ഫോം ഓഫ് എനർജി. ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഏത് രീതിയിലെങ്കിലും എനർജി കിട്ടിയാൽ പോരെ. അവിടെ പറയുന്നത് ചില ഹയർ വേൾഡില് പ്രകാശത്തിലൂടെ ഇവരുടെ ശരീരത്തിലേക്ക് എനർജി പ്രവേശിക്കും. അതുകൊണ്ട് ആഹാരം ഒന്നും കഴിക്കണ്ട. എന്താ സുഖമല്ലേ എന്ന് ആലോചിച്ച് രാവിലെ എഴുന്നേക്കുന്നത് തൊട്ട് ഇതാണ് ചിന്ത. ഇന്ന് എന്തുണ്ടാക്കും, ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക്, അവസാനം നമുക്ക് തന്നെ തോന്നും. നമ്മൾ എടുക്കുന്ന സമയം രാവിലെ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. 3 മിനിറ്റ് മതി ഇത് തീർക്കാൻ അല്ലേ. എത്ര നേരത്തെ അധ്വാനം. അത് കഴിഞ്ഞു എപ്പോ നോക്കിയാലും ദ്രൗപതിയുടെ അക്ഷയ പാത്രം പോലെ ആ സിങ്കിൽ നോക്കിയാലും പാത്രം ഇങ്ങനെ കാണാം. അവസാനം ഒരു സ്പൂൺ ആണെങ്കിൽ എപ്പോ നോക്കിയാലും കാണാം. ഇത് തീരത്തേയില്ല. ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അടുത്ത വൈകുന്നേരത്തെ കാപ്പി. ഞാൻ എപ്പോഴും പറയും നമുക്ക് എന്താണെങ്കിലും രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിൽ ഉണ്ടാക്കാതെ പറ്റില്ല.
പക്ഷെ കുട്ടികൾക്ക് ഏറ്റവും വിശപ്പ് വൈകുന്നേരമാണ്. അപ്പോൾ വൈകുന്നേരവും കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്തിനാണ്? ജീവിക്കണം, വി നീഡ് എനർജി. നേരെ മറിച്ച് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹയർ വേൾഡിൽ പോകുമ്പോൾ ഓരോരോ രീതിയിലാണ്. ഉദാഹരണത്തിന് ധ്രുവചരിതം ഭാഗവതത്തിനെ നോക്കുക. അത് കൃതയുഗത്തിൽ നടന്ന സംഭവമാണ്. ഏറ്റവും ആദ്യത്തെ യുഗത്തിൽ നടന്നതാണ്. അതെങ്ങനെയാ? ധ്രുവൻ ആകെ 6 മാസം തപസ് ചെയ്തുള്ളൂ. അതിൻ്റെ അകത്ത് ആദ്യം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, പിന്നെ ഉണങ്ങിയ പച്ചില അതൊക്കെ കഴിച്ചു. അത് ഇങ്ങനൊന്നും കഴിച്ചില്ല. പിന്നെ വായു ഭക്ഷിച്ചു കഴിച്ചു. പിന്നെ പ്രാണനെ പോലും നിരോധിച്ചു, വായു പോലും നിരോധിച്ചു. വായു എനർജി അല്ലേ? ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് അന്തരീക്ഷം വളരെ പ്യുവറായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അന്തരീക്ഷം പ്യുവർ ആയിരുന്നത് കൊണ്ട് വാട്ടർ വാസ് വെരി പ്യുവർ, വളരെയധികം ഔഷധ മൂല്യമുള്ളതായിരുന്നു. അപ്പൊ ജലത്തിൽ കുളിച്ചാൽ തന്നെ നമുക്ക് ആ എനർജി കിട്ടും. അന്തരീക്ഷത്തില് ഓക്സിജൻ വളരെ പ്യുവർ ആയിരുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന എനർജി കൊണ്ട് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പിന്നീട് പൊല്യൂഷൻ വരുന്തോറും നമ്മൾ കുളന്മാരായിട്ട് അന്തരീക്ഷം, പ്രപഞ്ചവും വസ്തുക്കളും മലിനമാകും തോറും നമ്മുടെ ആയുസ്സും ശരീരവും സൈസും എല്ലാം കുറഞ്ഞു വരുന്നു. സ്വഭാവം എല്ലാം അതിനനുസരിച്ച് മോശമായി വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഈ കലിയുഗത്തില് നമുക്ക് മറ്റ് ധർമ്മങ്ങളൊന്നും സാധിക്കില്ലാത്തത് കൊണ്ട് ആഹാരം വേണം. ആഹാരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ. അപ്പൊ ഇതുകൊണ്ടാണ് ശാരീരികമായിട്ടുള്ള ഈ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ധർമ്മം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ യുഗത്തിലും പാലിക്കേണ്ട ചില ധർമ്മങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സത്യം പറയുക. എല്ലാ യുഗത്തിലും പാലിക്കേണ്ടതല്ലേ? മുഖ്യധർമ്മമല്ല, പക്ഷെ പാലിക്കണം. മുതിർന്നവരെ ബഹുമാനിക്കുക, അങ്ങനെയുള്ള ബാക്കി മൂല്യങ്ങൾ അറിയാലോ. ഇത് എല്ലാ യുഗങ്ങളിലും പാലിക്കേണ്ട ധർമ്മമാണ്. എങ്കിലേ ലോകം നിലനിൽക്കത്തുള്ളൂ. പക്ഷേ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ അവരുടെ ഈ ധർമ്മത്തിനനുസരിച്ച്, കയ്യിലിരിപ്പിനനുസരിച്ച് നമ്മുടെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരുന്നു. അത് നമ്മൾ പറയാം. അതിനനുസരിച്ച് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് ആലോചിക്കാം. അതിൽ ഫസ്റ്റ് കാറ്റഗറി പറയുന്നത് ദേവമാനവ. ഈ ദേവമാനവ എന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ദേവ കൊടുത്തതിന് മാനവനേക്കാളും മുകളിലാണ് ദേവന്മാർ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഇങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്, ദേവമാനവ. ഇവരെപ്പോഴും ബ്രഹ്മത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഓൾവേസ് ദേ വിൽ ബി കണക്റ്റഡ് വിത്ത് ഗോഡ്. എല്ലായ്പ്പോഴും ആ ദൈവികമായിട്ടുള്ള ഭാവത്തോടു കൂടി എല്ലാവരെയും ഈശ്വര തുല്യമായിട്ട് കണ്ട് ആ കരുണ, കമ്പാഷൻ, ആർദ്രത ഇതൊക്കെ ഉള്ളവരായിരിക്കും. അവരെയാണ് നമ്മൾ ഗോഡ് മാൻ എന്നൊക്കെ പറയുന്നത്. ഞാൻ എപ്പോഴും പറയും മനുഷ്യ ദൈവം എന്ന് ചിലരെ പരിഹസിച്ച് പറയും. ശ്രീകൃഷ്ണൻ മനുഷ്യനല്ലായിരുന്നു. 125 വർഷം ജീവിച്ച് അമ്പ് കൊണ്ട് മരിച്ച് അർജുനൻ കൊണ്ട് സംസ്കരിച്ചതാണ് ശരീരം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വിഭൂതി യോഗത്തിൽ പറയുന്നു, എവിടെയാണോ അർജുന ഐശ്വര്യത്തിന്റെ കൂടുതൽ കാണുന്നത് അതെല്ലാം ഞാനാണ്. അപ്പൊ എവിടെയാണോ ദയ, സ്നേഹം, കരുണ ഇതെല്ലാം ഉള്ളത്, കൂടുതലായിട്ടുള്ളത്, അതെല്ലാം ഞാനാണ്. ഒരിക്കലും അമൃതാനന്ദമയി അമ്മയുടെ ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മൂങ്ങ വന്നു വീണു. എന്തോ പരിക്കേറ്റിട്ട് ചോരയൊക്കെ ഒലിപ്പിച്ചിട്ടാണ് വന്നു വീണത്. അപ്പൊ അമ്മ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, വേഗം ആ മൂങ്ങയെടുത്ത് തരാൻ പറഞ്ഞു. അപ്പോഴേക്കും തൊട്ടടുത്ത് നിന്ന് ഒരു ബ്രഹ്മചാരിണി ഓടിപ്പോയി ഒരു ടവലെടുത്ത് അമ്മയുടെ മടിയിൽ വിരിച്ചു. ഇത് കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അമ്മ ചോദിച്ചു, എങ്ങനെയാണ് മോളെ ഈ പിടയ്ക്കുന്ന ജീവിയെ കണ്ടിട്ട് അതിനെ എടുക്കാതെ നിനക്ക് ടവൽ എടുക്കാൻ ഓടാൻ തോന്നിയത്? കാരണം എന്താ പറയുക, ഈ ബ്രഹ്മചാരിനെ സാരി നനയ്ക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നറിയില്ല, അമ്മയെ പറ്റി പിന്നെ വളരെ മോശമായിട്ട് വിവാദം പറഞ്ഞ് പുസ്തകം എഴുതിയ സ്ത്രീയായിരുന്നു അത്. മനസ്സിലായില്ലേ? അവരുടനെ എടുത്തത്. അമ്മ ചോദിച്ചു, നിനക്ക് എങ്ങനെ കരുണ തോന്നുന്നില്ല അല്ലേ? നിന്റെ മനസ്സിലപ്പോ പോയത് എന്താണ്? ദൈവം ഈ ചോര പറ്റിയ സാരി ഞാൻ നനയ്ക്കണമല്ലോ. പക്ഷെ അമ്മ പറയുന്നു, ആ ആർദ്രത, കാരുണ്യം, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ട് കെട്ടിപ്പിടിക്കാനും ഒരു മനുഷ്യൻ നമ്മുടെ പുറകെ വരുന്നുണ്ടോ? ഒരാളെ നമുക്ക് നന്നാക്കാൻ പറ്റുന്നുണ്ടോ? ഒരാളുടെ സിഗരറ്റുകളിൽ നിർത്താൻ പറ്റുന്നുണ്ടോ?
ലക്ഷക്കണക്കിന്. അമ്മയുടെ ആശ്രമത്തിലൊന്ന് പോയി നോക്കണം, എത്രയാ ഓവർസീസ് ഡിവോട്ടീസ് അറിയോ. അമ്മയും ബാബായും ഒക്കെ പറയും ഫോറിനേഴ്സ് എന്ന് പറയരുത്. ഫോറിനർ പറഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധമില്ലാത്തവരല്ലേ, കടലിനക്കരയുള്ളവരെല്ലാം നമ്മുടെ ആൾക്കാരാണ്. അവിടെ പോയി കാണുക, അവർ മുഴുവൻ അവിടെ ഇരുന്ന് പാത്രം തേക്കും, മുറ്റടിച്ചു വരെ നമ്മൾ തുപ്പുന്നോ ഒക്കെ ഇതാക്കും. ഇതൊക്കെ അവർക്ക് എന്തെങ്കിലും തലയ്ക്ക് ഓളമായിട്ട് അവരിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ വീട്ടിലുള്ളവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, നമ്മൾ പറഞ്ഞ അല്ലേ, ലോകം മുഴുവൻ പോകും. ഭഗവാൻ സത്യസായി ബാബയുടെ 165 രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്തരാണുള്ളത്. ഇവരെല്ലാം 8ാം ക്ലാസ്സും 4ാം ക്ലാസ്സും. മനസ്സിലായില്ലേ? ഇവരാണ് ആ ദേവ മാനവ എന്ന് പറയുന്നത്. അടുത്ത കാറ്റഗറിയാണ് മാനവ. വളരെയധികം ആധ്യാത്മികതയിൽ താല്പര്യമുള്ളവരായിരിക്കും. സത്യം, ധർമ്മം ഇവയാണ് അവരുടെ ജീവിതശ്വാസം. വളരെയധികം ആ ഭഗവത് ചിന്തയിൽ ജീവിക്കുന്നവരായിരിക്കും ഇവർ. ഇപ്പം മനുഷ്യന്റെ അടുത്ത കാറ്റഗറിയാണ്. ഇതിന് ഒരു ഉദാഹരണം പറയാം. അവർക്ക് എല്ലാത്തിലും അവർ ഭഗവാനെ കാണും. ഗുരുവായൂരിലൊരു തിരുമേനി ഉണ്ടായിരുന്നു, കുഞ്ഞിക്കാവ് തിരുമേനി. ഈ കുഞ്ഞിക്കാവ് തിരുമേനി അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് സപ്താഹം നടത്തും. അപ്പൊ സപ്താഹമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ആളുകൾ കൊണ്ടുവന്ന് ദക്ഷിണയൊക്കെ ഇടുമല്ലോ. അപ്പൊ ഓരോ ദിവസവും കഴിയാറാകുമ്പോൾ കുഞ്ഞിക്കാവ് തിരുമേനി എന്ത് ചെയ്യും, എല്ലാം കൊണ്ട് അവിടുത്തെ അന്ന് ഈ ഭണ്ണാര ഇങ്ങനെ അകത്തോട്ട് പോകുന്നതല്ല, വിരിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, അതിൽ കൊണ്ട് ഇടും. എന്നിട്ട് കിട്ടുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് പോകും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. ചായ കുടിക്കണമെങ്കിലോ ആഹാരം കഴിക്കണമെങ്കിലോ അതിലെടുത്തുകൊണ്ട് പോകും. അവിടുത്തെ ജീവനക്കാർക്ക് സ്വാഭാവികമായിട്ട് അത് ഇഷ്ടമായില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, സാമൂതിരിയോട് പറഞ്ഞു. അപ്പൊ സാമൂതിരി എന്ത് ചെയ്തു, കുറച്ച് അത് നന്നായിട്ട് കൈകാര്യം ചെയ്തു. നന്നായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം കുഞ്ഞിക്കാവ് തിരുമേനി വളരെ വലിയൊരു മഹാത്മാവാണെന്ന് അറിയും. അപ്പൊ അദ്ദേഹം അതൊക്കെ ഇങ്ങനെ ഭൃത്യരോടൊക്കെ പറഞ്ഞ് ചോദിച്ചു, അല്ല കുഞ്ഞിക്കാവ് തിരുമേനി ഇങ്ങനെ ഭണ്ണാരത്തിൽ നിന്ന് എടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഡെപ്പോസിറ്റ് ചെയ്തെടുക്കുന്നതിന് എടുക്കാൻ പറ്റും. അദ്ദേഹം ചോദിച്ചത്, ഞാനവിടെ ഭഗവാനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ എന്റെ പൈസ മുഴുവൻ. അപ്പൊ എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്തെടുക്കുന്ന എനിക്ക് ആവശ്യം വരുമ്പോ ഞാൻ എടുത്തോണ്ട് പോകും. ഞാൻ ഭഗവാനോടല്ലാതെ ആരോടാ ചോദിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയ ആ ഭാവം. അതുപോലെ അദ്ദേഹം ചില ദിവസം വളരെ വലിയ പാത്രത്തിന് പാൽപ്പായസം നേരും. ഇന്നത്തെ ഗുരുവായൂരുള്ള എല്ലാ കടയിലും പോയി 1 രൂപ വെച്ച് ചോദിക്കും. അപ്പൊ അവർ പറയും, കുഞ്ഞിക്കാവ് തിരുമേനി ഇതിന്റെ പൈസ മുഴുവൻ ഞാൻ തരാം. അത് പറ്റൂല, നിങ്ങൾ മാത്രം മുഴുവൻ പുണ്യം കൊണ്ടുപോകണ്ട, എല്ലാവർക്കും കിട്ടണം. എന്നിട്ട് എല്ലായിടത്തും പോയി അത് മുഴുവൻ പിരിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കും. ഇതാണ് എല്ലായ്പ്പോഴും ആ ഈശ്വര ചിന്തയും നന്മയും ഉള്ളവരെന്ന് പറയും. ഇതാണ് മാനവ. അടുത്ത കാറ്റഗറി ഉണ്ട് ദാനവ എന്ന് പറഞ്ഞാൽ അസുരന്മാർ. ഇവരുടെ ഫുൾ ടൈം വിചാരം മറ്റുള്ളവരെ ദ്രോഹിക്കണം, സ്വാർത്ഥ ചിന്ത. എങ്ങനെയെങ്കിലും ആര് നന്നായാലും അവർക്ക് ഇഷ്ടമാകത്തില്ല. ഇതൊക്കെ ചിന്തിച്ചോണം. ഞാനിതൊക്കെ പറയുമ്പോൾ രാവണനും കുംഭകർണനും മാത്രമല്ല, എല്ലാ കാലത്തും നമ്മുടെ ചുറ്റുമുണ്ട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടോ, നമ്മൾ ഇങ്ങനെയൊക്കെ ആണോന്നൊക്കെ ചിന്തിക്കണം, അല്ലേ? നമ്മുടെ കുടുംബത്തിൽ കുടുംബ വ്യവസ്ഥിതിയില്ല പറയാൻ പോകുന്നത്. അപ്പൊ ഇത് മാനവരുടെ വ്യവസ്ഥിതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഇവരുടെ വിചാരം ഇത് മാത്രമാണ്. ഈ അസുരൻ എന്ന് പറയാനുള്ള പേര് തന്നെ അതാണ്. അവർക്ക് എല്ലായ്പ്പോഴും എന്താണ്, ആ ആസുരിക ഭാവമാണ്. എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ദ്രോഹിക്കണം. ഇവരാണെങ്കിലോ 10ഉം 20ഉം 20,000 വർഷം തപസ് ചെയ്തിട്ട് വരം മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ബാക്കി ആരെങ്കിലും ദ്രോഹിക്കാനായിരിക്കും. രാവണൻ ഒരിക്കല് ഈ പണി ചെയ്തു. ഉറക്കം വരാതിരിക്കാനാണ് കഥ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഉദാഹരണം പറയുന്നു. ഇപ്പൊ രാവണൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ഒരിക്കല് രാവണനൊരു ആഗ്രഹം ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാവണം. ഇപ്പൊ രാവണൻ എന്ത് ചെയ്തു, ആകെ ഒരു പ്രതാപിയായിട്ട് തൻ്റെ കീഴടങ്ങാത്തത് ആകെ ഒരാളെ ഉള്ളൂ, ദശരഥൻ. ഇവരൊക്കെ സമകാലീനരാണ്. അപ്പൊ ഓർത്തോണം, കാരണം വയസ്സ് കൂടുതലുണ്ടല്ലോ, അവർക്കൊക്കെ പ്രായമുള്ളത്. ദശരഥൻ എന്ത് ചെയ്തു, ഒരു ദിവസം 2 ദൂതന്മാരെ അയോധ്യയ്ക്ക് അയച്ചിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് എനിക്ക് കപ്പം തന്നോ, കീഴടങ്ങണം, കപ്പം തന്നോ, ഇല്ലെങ്കിൽ ഞാൻ ആക്രമിക്കും. ദശരഥൻ എന്ത് ചെയ്തു, ഇവിടെ നിന്നൊരു 2-3 അസ്ത്രം അങ്ങോട്ട് അയച്ചു. ലങ്കയിലെ എല്ലാ കോട്ടവാദികളും ബന്ധിക്കപ്പെട്ടു. മന്ത്രം ചൊല്ലി അയക്കുമ്പോൾ ഇതിന് ശക്തിയുണ്ട്. കാരണം അന്ന് അവർക്ക് ആ തപശക്തിയും ഉണ്ട്. ഇത് മുഴുവൻ എന്താ പറയുക, വാതിലുകളും
ലോക്ക്ഡൗൺ. അവസാനം അകത്തുള്ളവർക്ക് പുറത്തോട്ടും പുറത്തുള്ളവർക്ക് അകത്തോട്ടും കടക്കാൻ വയ്യാത്ത സ്ഥിതി. പല തരത്തിൽ തുറക്കാൻ നോക്കി, ആനയെ കൊണ്ടുവന്ന് ചവിട്ടി നോക്കി, ഒന്നും പറ്റുന്നില്ല. അവസാനം അവിടെയുള്ള ഈ അനുചരൻ ഭൃത്യന്മാരോട് പറഞ്ഞ് എനിക്കുള്ള കപ്പ ഞാൻ അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അഭ്യർത്ഥന വന്ന് ദശരഥൻ ഇവിടുന്ന് ഈ ലോക്ക് അഴിക്കുകയാണ് ചെയ്തത്. അന്ന് തൊട്ട് രാവണന് ദശരഥനോട് തുടങ്ങിയ പകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ എങ്ങാനും ഇത്രയും ശക്തിയുള്ള ഒരുത്തന് മകൻ എങ്ങാനും ഉണ്ടായ അച്ഛൻ ഇതാണ് അല്ലെ, 8 ഗുണം 10 ഗുണം എന്നല്ലേ പറയുന്നത്. അപ്പൊ അച്ഛൻ ഇങ്ങനെയാണെങ്കിൽ മകൻ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് എന്ത് ചെയ്തു? നേരെ തപസ്സിനായിട്ട് പോയി. തപസ് ചെയ്ത് എത്രയോ ആയിരക്കണക്കിന് വർഷം ചെയ്ത് തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തിയിട്ട് പറഞ്ഞു, വരം ചോദിച്ചപ്പോൾ പറഞ്ഞു ദശരഥന് മക്കളുണ്ടാകണം. ഇതാണ് ആസുരഭാവം. എന്നാ ഭഗവാൻ മുന്നിൽ വന്നപ്പോ എന്തെങ്കിലും സ്വന്തം കാര്യം ചോദിക്കത്തില്ലേ? അറ്റ്ലീസ്റ്റ് അല്ലേ? അപ്പൊ ചോദിച്ചു, പറഞ്ഞു ദശരഥന് പുത്രന്മാരുണ്ടാകരുത്. ദശരഥന് പുത്രന്മാരുണ്ടായോ? ബയോളജിക്കൽ ചിൽഡ്രൻ ഇല്ല. വൈഷ്ണവ തേജസ്സിൽ നിന്ന് അല്ലേ? ഭഗവാൻ വരം കൊടുത്താൽ ഭഗവാൻ അതിന് എന്തൊക്കെ അല്ലേ, എന്താ പറയുക, പ്ലാൻ എ പോയെങ്കിൽ പ്ലാൻ ബി സി ഒക്കെ ഭഗവാന്റെ കയ്യിൽ ഉണ്ട്. ഇതാണ് ആസുരിക ഭാവം, അതായത് മാനവ ദാനവ. ഇനി അടുത്തുണ്ട് മാനവ പശു. പശു എന്ന് വെച്ചാൽ മൃഗം. ഇവരുടെ മൃഗം എന്താ ചെയ്യുക? പശുവൊക്കെ എന്താ ചെയ്യുക? ആദ്യം കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക. ഇത് മാത്രമാണ് അവരുടെ പ്രധാന പരിപാടി. ഇന്ദ്രിയ സെൻഷ്വൽ പ്ലഷേഴ്സ്, ഇന്ദ്രിയ സുഖം കിട്ടുക. എപ്പോൾ നോക്കിയാൽ ഇത് മാത്രമാണ് ഇവരുടെ ചിന്ത, മൃഗങ്ങളുടെ പോലെ. അപ്പൊ ഈ ഒരു ചിന്തയില് പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം കുംഭകർണന. ഇതെല്ലാവരും ജോലി പ്രധാനമായിട്ട് കഴിക്കുക അല്ലേ, കുടിക്കുക, ഉറങ്ങുക, ഇത് തന്നെ പരിപാടി. ഭൂമിക്ക് ഭാരമായിട്ട് ഇരിക്കുന്ന ഇന്ദ്രിയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. ഈ പശു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ, മൃഗീയ സ്വഭാവം ഉണ്ടാകാൻ കാരണം എന്തെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആചാര്യന്മാർ പറഞ്ഞു പല മൃഗങ്ങൾ കൂടിയതാണ് മനുഷ്യൻ. ശരിക്കും പറഞ്ഞാൽ പല മൃഗങ്ങളുടെ സ്വഭാവം കൂടിയതാണ് നമ്മൾ. എല്ലാത്തിൻ്റെയും കുറേശ്ശെ കിട്ടും. അതിന് കാരണം പല ജന്മങ്ങളിൽ കൂടെ പല മൃഗങ്ങളുടെ ജന്മത്തിൽ കൂടെ കടന്ന് എന്തൊക്കെയോ നല്ലത് ചെയ്തതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ എല്ലാം വാസന എന്ത് കാണും? നമ്മുടെ ഉള്ളിൽ കാണും. ഇതിന് ഒരു ഉദാഹരണം പറയാം. ചട്ടമ്പി സ്വാമിജികള് ഒരു മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോകുമായിരുന്നു. അപ്പൊ പോകുന്ന സമയത്ത് എന്നും ഒരു വലിയ കാള വയലിൽ നിന്ന് ചട്ടമ്പി സ്വാമിജികളെ കാണാൻ തുടങ്ങുമ്പോൾ കരയാൻ തുടങ്ങും എന്നും. അപ്പൊ ഒരു ദിവസം ചട്ടമ്പി സ്വാമിജികള് ഈ മജിസ്ട്രേറ്റിന്റെ അടുക്കൽ പോയപ്പോൾ പറഞ്ഞു, നീ ഒരു വലിയ കുടം എടുത്തിട്ട് ആ കുടത്തിന് എന്നും ഒരു പിടി പണം ഇട്ട് വെക്കുക എന്ന് പറഞ്ഞു. നിറഞ്ഞു കഴിയുമ്പോൾ എന്നോട് പറയാം. അപ്പൊ നിറഞ്ഞു കഴിഞ്ഞ ഒരു ദിവസം ചട്ടമ്പി സ്വാമിജികളോട് പറഞ്ഞു, ഇങ്ങനെ ഇത് നിറഞ്ഞു. പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ. എന്നിട്ട് നേരെ ഈ കാളയ്ക്കൊരു ഉടമസ്ഥനില്ലേ, ഒരു കൃഷിക്കാരൻ, അയാളുടെ അവിടെ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ കൃഷിക്കാരന് ഈ പൈസയും കൊടുക്കുക. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ചട്ടമ്പി സ്വാമിജികൾ പറഞ്ഞതല്ലേ, കൊടുത്തതും ഈ കാള ചത്തുപോയി. അപ്പം ആകെ മജിസ്ട്രേറ്റിന് വിഷമായി. താനെന്തോ നല്ല കാര്യം ചെയ്തു എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. കൊടുത്തത് കൃഷിക്കാരന് കൃഷി ചെയ്യാനും ഉഴാനും ഉണ്ടായിരുന്ന കാളയാണ്, അത് ചത്തുപോയി. അപ്പൊ ചട്ടമ്പി സ്വാമിജികളോട് ചോദിച്ചു, ഭഗവാനെ ഇതെന്താ സംഭവിച്ചത്? അപ്പൊ പറഞ്ഞു, നിന്റെ അച്ഛൻ എന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് കുറേ കടം ഉണ്ടായിരുന്നു. അത് ഒരാളുടെ നിന്ന് കടം മേടിച്ചതാണ്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അത് വീട്ടാൻ പറ്റിയില്ല. നിന്റെ അച്ഛനാണ് ഈ കാളയായിട്ട് ജനിച്ചിരിക്കുന്നത്. ആർക്കാണോ കടം കൊടുക്കാനുള്ള അല്ലെങ്കിൽ പൈസ വീട്ടാനുള്ളത് അദ്ദേഹമാണ് കൃഷിക്കാരൻ. അപ്പൊ എന്താണ്, കൃഷിക്കാരന് വേണ്ടി പണിയെടുത്ത് ആ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കാണുമ്പോൾ എന്നും ഈ കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അപ്പൊ ആ പൈസ എത്രയാണോ കൊടുക്കാനുള്ളത് അത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയതാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നമുക്ക് മനുഷ്യജന്മം കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചും പോകാൻ സ്കോപ്പ് ഉണ്ട് എന്നർത്ഥം. ഇത് മനുഷ്യജന്മം കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോയത്. അപ്പൊ കയ്യിലിരിപ്പ് അനുസരിച്ച്
സച്ചിദാനന്ദ സ്വാമികൾ എപ്പോഴും പറയുന്നതാണ്, എല്ലാവരും എഴുതി വെക്കുമല്ലേ, ഏറ്റുമാനൂരപ്പൻ എൻ്റെ വീടിൻ്റെ ഐശ്വര്യം, ചക്കുളത്തിലാവിലമ്മ എൻ്റെ വീടിൻ്റെ ഐശ്വര്യം. അപ്പം അവർ പറയുന്നത് എന്താ വെച്ചാൽ, എൻ്റെ കയ്യിലിരിപ്പ് എൻ്റെ വീടിൻ്റെ ഐശ്വര്യം. നമ്മുടെ കയ്യിലിരിപ്പ് അനുസരിച്ചായിരിക്കും വീടിരിക്കുക, നമ്മുടെ അടുത്ത ജന്മവും ഇരിക്കുക, യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഭഗവാന്റെ കുടുംബത്തിൽ കയറണമെങ്കിൽ അത്യാവശ്യം നമ്മൾ ഈ ഭഗവത് കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കണം. ഞാനിപ്പോൾ എപ്പോഴും പറയും, എനിക്ക് നല്ല സ്വാർത്ഥതയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിങ്ങനെ നടക്കുന്നത്. വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയും, പൂക്കളിൽ ഞാൻ അല്ല താമരയാണ്, ആനകളിൽ ഞാൻ ഐരാവതാണ്. ഭഗവാൻ ഭഗവാന്റെ ടൂളാക്കിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റിനെയാണ്. ഭഗവത്ഗീതയിൽ പറയും, എൻ്റെ നാമം അല്ലെങ്കിൽ എൻ്റെ ഈ തത്വം പ്രചരിപ്പിക്കുന്നവർ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ആ ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ നടത്തുന്നത്. കാരണം ഞാൻ എല്ലാ പ്രഭാഷണത്തിലും ഇന്നലെയും പറഞ്ഞു, ഇനി ഒരു ജന്മം ഞാനും എടുത്താൽ വീണ്ടും ആ നഴ്സറി പോയി ആയിരിക്കുമൊക്കെ പഠിക്കേണ്ട പാടെന്ന് ആലോചിച്ച് എത്ര ടീച്ചേഴ്സിന്റെ അടിയിൽ കൊണ്ട് കരഞ്ഞ് 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് A+ മേടിക്കണോ, ഭഗവാനെ നീറ്റിന് പോകണോ, സിമാറ്റിന് പോകണോ, എന്തൊക്കെ ബിടെക്കിന് പോകണോ, എഞ്ചിനീയറിംഗ്, പിന്നെ എന്തൊക്കെ പ്രാരബ്ധം. ഈ ജന്മം കൊണ്ടങ്ങ് മോക്ഷം കിട്ടിയാൽ സമാധാനം. അപ്പൊ എന്ത് ചെയ്യണം? മാക്സിമം ഈശ്വര കഥനം ചെയ്യുക, അല്ലെങ്കിൽ ഈശ്വരനെ പറ്റി കേൾക്കുക, ഭഗവാനെ പറ്റി പ്രാർത്ഥിക്കുക. കാരണം തിരിച്ചു പോകാനുള്ള വഴിയുണ്ട്, ഫ്രണ്ടിലോട്ട് പോകാനുള്ള വഴിയുണ്ട്. നമ്മുടെ കൈകരിപ്പ് പോലെ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഇതാണ് എന്ത്? മാനവ പശു. ഈ കാറ്റഗറി എല്ലാം ഉണ്ട്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് പറയുന്നു, ധാർമ്മികമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ സത്സംഗം മാത്രമേ ചെയ്യാവുള്ളൂ. കുടുംബത്തിൽ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു സമാധാനം വേണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ പറയുന്ന നമ്മൾ എന്ത് ചെയ്യണം? മാനവ എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പൊ തൽക്കാലം എത്താൻ നോക്കണം. നമ്മൾ അങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ചില സമയം നമ്മൾ മാനവയാണ്, ചില സമയം നമ്മൾ മാനവദാനമായിരിക്കും, ചില സമയം മാനവ പശുവായിരിക്കും. ഇതിൻ്റെ എല്ലാം കാറ്റഗറി നമ്മുടെ കയ്യിലുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ പറയും, സ്ത്രീ എന്നുള്ള പദം സ ത ര 3 അക്ഷരത്തിലാണ്. സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം എല്ലാം നല്ല കട്ടക്കി നിൽക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയും. അപ്പൊ എല്ലാവരിലും ഇതുണ്ട്. എങ്കിൽ പോലും അപ്പൊ നമ്മളോട് പറയുകയാണ്, സത്സംഗം ഉണ്ടാക്കിയ നല്ല ആൾക്കാരുമായി കൂട്ടുകൂടുക. അതെന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കൂട്ട് ഏത് കാറ്റഗറി ആയിട്ട് തീരുമാനിക്കാം. അപ്പൊ അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് പ്രഭാഷണമൊക്കെ നടത്തും, നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കും. നമ്മളെല്ലാം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് സുരേഷ് സാറിന് മനസ്സിലാകുന്നത്, ഇവിടെയുള്ള വിലപിടിച്ച ഒരു സാധനം കാണാതെ പോയി, ആരോ അടിച്ചുകൊണ്ട് പോയി, മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇപ്പൊ കുറേ ആലോചിച്ച് വന്ന CC ക്യാമറയൊക്കെ ഉണ്ട്, അവിടെയുണ്ട് CC ക്യാമറയൊക്കെ ഉണ്ട്. പിന്നെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാളെ ചെറുതായിട്ട് സംശയം തോന്നി. പക്ഷേ അയാൾ എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. അപ്പൊ പോലീസിൽ സുരേഷ് സാറ് പരാതിപ്പെട്ടു. പോലീസ് ഇവിടെ നല്ല തിരക്കൊക്കെ, ഇലക്ഷൻ്റെ ഒക്കെ തിരക്കല്ലേ, അപ്പൊ അതുകൊണ്ട് നല്ല തിരക്കാണ്. അവരൊരു ദിവസം കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അവർ മോശമൊക്കെയാണ്, പോലീസ് നായകളോടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പോലീസ് നായകളോട് വന്നിട്ട് അവരോട് ചോദിക്കും, ആ പുള്ളി എവിടെയൊക്കെയാണ് നിന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് നായ എന്ത് ചെയ്യും? അല്ലെ, അദ്ദേഹം ഏത് കസേരയിലിരുന്നു, ഏത് ഭാഗത്തിരുന്നു എന്നൊക്കെ വെച്ച് അവിടെ ഒക്കെ മണപ്പിക്കും. എന്നിട്ട് അദ്ദേഹം പോയ വഴിക്ക് പോകും. ശരിയല്ലേ? ഒരു ദിവസം കഴിഞ്ഞിട്ടും ഈ നായ എങ്ങനെ ഇത് തിരിച്ചറിഞ്ഞു? നമ്മൾ എവിടെ പോകുന്നോ, എവിടെ തൊടുന്നോ, എവിടെ ഇരിക്കുന്നോ, നമ്മുടെ ഊർജം അവിടെ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഞാൻ തൊട്ടാൽ എൻ്റെ ഫിംഗർ പ്രിന്റ് അവിടെ വന്നു, അല്ലെ? ഇപ്പൊ ബയോമെട്രിക് കൊള്ളുവാണ്. എവിടെ തൊട്ടാലും എവിടെ ഇരുന്നാലും നമ്മുടെ ഊർജം അവിടെ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 പേര് തമ്മിൽ തൊട്ടാലും കെട്ടിപ്പിടിച്ചാലും എല്ലാം ഈ ഊർജത്തിന്റെ ട്രാൻസാക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് ശരിക്കും ചില സന്യാസിമാര് അവരുടെ പാദം തൊഴാൻ സമ്മതിക്കാത്തത്. തൊഴുതാൽ എനർജി 2 സൈഡിലോട്ടും പോകും. ഇവിടുന്ന് അങ്ങോട്ടും പോകും, അവിടെ നിന്ന് ഇങ്ങോട്ടും വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് നമുക്ക് നമസ്തേ ഉള്ളൂ, ക്ഷയിക്കാൻ ചെയ്യില്ല. അപരിചിതരോട് ഭഗവാൻ സത്യസായി ബാബ പറയും, ഒരിക്കലും
അപരിചിതരുടെ കാലിൽ തൊട്ട് വണങ്ങരുത്, അനാവശ്യമായിട്ട് അപരിചിതരെ സ്പർശിക്കരുത്. സാധനയിൽ മുന്നേറണമെന്ന് താല്പര്യമുള്ളവർ. അതുകൊണ്ടാണ് സാധനയിൽ മുന്നേറുന്നവർ ഇരിപ്പിടം പോലും വേറെ വേറെ വെക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഇരിക്കുന്ന പീഠം ഉപയോഗിക്കരുത്, കാരണം എനർജി ലെവൽ ഈസ് ഡിഫറെൻറ്റ്. ഇതിങ്ങനെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ എച്ചില് വറ്റ് ഇതൊക്കെ എന്തിനാ പറയുന്നത് മനസ്സിലാവും അല്ലേ? നമ്മൾ ചിലപ്പം ചോറെടുത്തിട്ട് തൈര് എടുക്കണമെങ്കിൽ തൊടുന്നൊക്കെ ഏത് തവിയിൽ പിടിച്ചാലും പൊക്കി ഒഴിക്കണം എന്നൊക്കെ പറയുന്നത് ഈ എനർജിയാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വീട്ടിലുള്ളവർ തമ്മിലാണെങ്കിൽ എല്ലാത്തിലും ഈ എനർജി ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. അഭിനവ വിദ്യാതീർത്ഥ എന്ന് പറയുന്ന കാഞ്ചി ശൃംഗേരിയിലെ ഒരു ശങ്കരാചാര്യനാണ്. അദ്ദേഹം ഒരിക്കലും പര്യടനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു തിരുനെല്വേലി ഭാഗത്തെങ്ങാണ്ടാണ് വന്നപ്പോൾ ഒരു വലിയ വ്യാപാരിയുടെ സ്ഥലത്താണ് അദ്ദേഹത്തിന് താമസം അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹം താമസിക്കേണ്ടത് അദ്ദേഹത്തിന് താമസിക്കേണ്ട സ്ഥലമൊക്കെ കാണിച്ച് ചുറ്റും കാണിച്ചു ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, അത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പൊ അതെല്ലാം കാണിച്ചപ്പോൾ ശങ്കരാചാര്യ ചോദിച്ചു, ഇവിടെ ആരാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ സർക്കാരിൽ ജോലിയുള്ള ഒരാളാണ്, ഞങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്താണ്, അന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് 2-3 ദിവസത്തേക്ക് അദ്ദേഹത്തിനോട് മാറി താമസിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ ശങ്കരാചാര്യ ചോദിച്ചു, അങ്ങ് സാധന ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ സാധന ചെയ്യാറുണ്ട്. അപ്പൊ പറഞ്ഞു, അന്ന് ആ ചൈതന്യം മുഴുവൻ ഈ താമസ സ്ഥലത്തും മുറിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഋഷീശ്വരന്മാർക്ക് സന്യാസിവര്യന്മാർക്ക് ആ വൈബ്രേഷൻ മനസ്സിലാവും. നമുക്ക് പോലും ചിലർക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫീല് വരത്തില്ലേ? ഇതൊക്കെ വളരെ മിനിയേച്ചർ പതിപ്പാണ്. സാധനം കൂടും തോറും ഇത് തിരിച്ചറിയാൻ ഊർജ്ജം അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ ചില ആളുകളോട് ഒട്ടും കൂട്ടുകൂടാൻ തോന്നില്ല അല്ലേ? വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് തോന്നും. ചില പുസ്തകം എടുത്താൽ നമുക്കത് വായിക്കാൻ തോന്നില്ല അല്ലേ? ഇങ്ങനെയുണ്ട്. അപ്പൊ ആചാര്യന്മാർക്ക് എത്ര മനസ്സിലാവും? അദ്ദേഹം അനുഗ്രഹിച്ചു, സാധനയിൽ അങ്ങേക്ക് നല്ലതുപോലെ മുന്നേറാൻ സാധിക്കട്ടെ. എന്നിട്ട് ആ വ്യാപാരിയോട് പറഞ്ഞു, എനിക്കിവിടെ താമസിച്ചാൽ മതി. കാരണം എന്താണ്? ആ ഊർജം അവിടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, നമ്മുടെ വീട്ടിൽ പൂജാറൂം വെച്ചാൽ 6 മാസം കഴിഞ്ഞാൽ പൂജാമുറിയുടെ സ്ഥാനം മാറ്റരുത്. കാരണം കുറേ കാലം ജപിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു എനർജി ഉണ്ടാവും. നമ്മൾ ജപിക്കുന്നതോറും ശരീരം ചൂട് പിടിക്കുകയാണ്. ചൂട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഊർജം ഉണ്ടാകുകയാണ് അല്ലെ? തപം എന്ന് പറഞ്ഞാൽ അതാണ്, വളരെയധികം എനർജി ഉണ്ടാവും. ഇത്ര മാത്രം ജപിക്കുന്നത് കൊണ്ടാണ് ഹിമാലയത്തിൽ അവർ ഓണം കൊടുത്ത് നടക്കുന്നത്. കാരണം അത്ര മാത്രം തപശക്തി ഉള്ളതുകൊണ്ട് ശരീരം എപ്പോഴും ചൂടാണ്. നന്നായിട്ട് ജപിക്കുന്നതുകൊണ്ട് നല്ലതുപോലെ ശരീരം ചൂട് പിടിച്ചിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ സാധാരണ ചിലരുടെ ശരീരം ചൂട് തണുപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് തപശക്തിയിലോട്ട് മാറ്റണം എന്ന് പറയാം. ജപിച്ച് തപശക്തിയിലോട്ട് മാറ്റണം. അങ്ങനെ മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിലുള്ള സത്സംഗം നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പൊ കുടുംബത്തിലുള്ളവർ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾ ഏത് രീതിയിലുള്ള ആളുകളുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അവരെ ആ രീതിയിൽ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞില്ലെങ്കിൽ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ശരിക്കും ഉണ്ടാകും. അപ്പൊ ഇതുകൊണ്ടാണ് സത്സംഗത്തിന്റെ മഹത്വം എല്ലായ്പ്പോഴും പറയുന്നത്. നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ആ ചിന്ത വരും. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ മനുഷ്യന്റെ ഊർജം നമുക്ക് ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നായതുകൊണ്ട് സാധനയിൽ മുന്നേറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആഹാരം ശ്രദ്ധിക്കണം. ആഹാരം പരിശുദ്ധമായിരിക്കണം അല്ലേ? ഉപനിഷത്തില് ഒരു കഥയുണ്ട്. അതില് അച്ഛൻ മകനോട് ശ്വേതകേതുവിനോട് പറയുന്നുണ്ട്, ആദ്യ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് കാലം കയറ്റി എല്ലാം പഠിച്ചെന്ന് പറഞ്ഞിരിക്കുമ്പോൾ മനസ്സിലായി ഒന്നും പഠിച്ചിട്ടില്ല, അഹങ്കാരമാണ്. അപ്പൊ പറഞ്ഞു 10 ദിവസം കഴിക്കാതെ ഇരിക്കാൻ പറഞ്ഞു, വെള്ളം പോലും കുടിക്കാതെ എന്ന് പറഞ്ഞിട്ട് പഠിച്ചത് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഓർമ്മയില്ല അല്ലേ? തലയ്ക്കകത്തൊന്നും ഓർമ്മയില്ല, ബുദ്ധിയില്ല, മനസ്സില്ല. അപ്പൊ ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ആഹാരത്തിൽ നിന്ന്. ഒരു ഭാഗം മലമായിട്ട് പോകുന്നു, ഒരു ഭാഗം നമ്മളുടെ രക്തമായിട്ട് അല്ലേ, ഒന്ന് മനസ്സായിട്ട് മാറും. ആഹാരം വളരെയധികം പരിശുദ്ധമായിരിക്കണം. വയറ്റിലൂടെ എന്ത് പോകുന്നോ അതിനനുസരിച്ച് പെരുമാറ്റം വരും. അതുകൊണ്ടാണ് കള്ളുകൂടിയും ഡാൻസ് കളിക്കുന്നത്. കള്ളുകൂടിയും എന്തുകൊണ്ടാണ് ഡാൻസ് കളിക്കുന്നത്? വയറ്റിലോട്ട് പോയതിന്റെ എഫക്റ്റ് അല്ലേ? അപ്പൊ വയറ്റിലോട്ട് പോകുന്നതിന് എഫക്റ്റ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്.
അപ്പൊ സാധനയിൽ മുന്നേറണമെങ്കിൽ എന്ത് ചെയ്യണം? സാത്വികമായിട്ടുള്ള ഭക്ഷണം നിർബന്ധമാക്കണം. അപ്പൊ ആൾക്കാർ ചോദിക്കും, ശ്രീരാമൻ മാംസം കഴിച്ചില്ലേ എന്ന്. ശ്രീരാമൻ ആരാ? ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ എന്ത് ചെയ്യണം? അമ്പെടുത്ത് വില്ലെടുത്ത് യുദ്ധം ചെയ്യേണ്ടത്, ആൾക്കാരെ കൊല്ലണം. നമുക്കത് പറ്റുമോ? അല്ലേ? നമ്മളെന്താണ്? നമ്മുടെ ഉദ്ദേശം അതാണോ? നമ്മൾ പൊളിറ്റീഷ്യനാണോ? രാഷ്ട്രീയം കളിക്കാൻ പോകുന്നവരാണോ? സൈന്യത്തിൽ മിലിറ്ററിയിൽ ജോലിയുള്ളവരാണോ? അല്ല. പക്ഷേ നമ്മളെ പോലെ വെണ്ടയ്ക്കയും ഇതും മാത്രം കഴിച്ചുകൊണ്ടിരുന്ന മിലിറ്ററിയിലുള്ളവന് യുദ്ധം ചെയ്യാൻ തോന്നുന്നു. അവനെന്ത് തോന്നും? അപ്പുറത്ത് സൈന്യത്തിലെ പാകിസ്ഥാൻകാരെ കാണുമ്പോൾ പാവം കുടുംബവും വീടും ഇല്ല എന്നൊക്കെ തോന്നും, അല്ലേ? അതുകൊണ്ട് അവർക്ക് കോട്ടയൊക്കെ ഉള്ളത്. മനസ്സിലായില്ലേ? അവർക്ക് കോട്ടയുള്ളത് അവർക്ക് കുറച്ച് രജോഗുണവും തമോഗുണവും ഒക്കെ വീര്യവും ഒക്കെ വരണം. വെറുതെ അല്ലതൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉദ്ദേശം അതാണ്. നമ്മുടെ ഉദ്ദേശം അതല്ല. നമ്മൾക്ക് സാധനയിലാണ് മുന്നേറേണ്ടതെങ്കിൽ നമ്മളുടെ ജീവിതം, ആഹാരം നമ്മൾ അതിനനുസരിച്ച് ക്രമീകരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇതിന് തീർച്ചയായിട്ടും ആ ആഹാരത്തിന് പങ്കുണ്ട്. ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വികാരങ്ങളെ ഉത്തേജിപ്പിക്കണം. മുരിങ്ങയ്ക്ക് അത് എന്നൊക്കെ വേണ്ടാന്ന് വെക്കണം എന്ന് പറഞ്ഞില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ വികാരങ്ങളെ അവ വളരെയധികം ഉത്തേജിപ്പിക്കും. അപ്പൊ ഈ ഊർജത്തിന്റെ ആ നിലനിൽപ്പിന് നമ്മുടെ ആഹാരം ക്രമീകരിക്കണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഊർജം മാത്രമല്ല, DNA ഈസ് എ വെരി ബിഗ് ഫാക്ടർ. ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കൊക്കെ യോജിക്കാൻ പറ്റാതെ വരും. പക്ഷെ സമാധാനമായിട്ടിരിക്കുക. ഞാൻ ആദ്യം ഒന്ന് മുഴുവനാണ് എല്ലാ വർഷവും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ സമാധാനം തോന്നും. ഇന്ന് ജാതി മാറിയുള്ള കല്യാണം ധാരാളമുണ്ട്, അല്ലേ? മതം മാറിയുള്ള കല്യാണം ധാരാളമുണ്ട്. നമ്മൾ ചോദിക്കും, ജാതി മാറി കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? സത്യം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അവർ ജീവിക്കുന്നുണ്ട്. പക്ഷേ സൂക്ഷ്മമായിട്ടുണ്ടാകുന്ന പ്രകൃതി വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ബിക്കോസ് DNA ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ജീൻ ഫാക്ടർ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതെവിടെ നിന്ന് വരുന്നതാണ്? പരമ്പരാഗതമായിട്ട് വരുന്നതാണ്, അല്ലേ? ഈ പരമ്പരാഗത സാധനത്തിന് വാല്യൂ ഉള്ളതുകൊണ്ടാണല്ലോ പാരമ്പര്യ വൈദ്യന്മാർ എന്നൊക്കെ നമ്മൾ എഴുതി വെക്കുന്നത്. കാരണം എന്താ? പാരമ്പര്യ വൈദ്യന്മാരെ നമുക്കൊരു വിലയുണ്ട്. ഒരു അപ്പനപ്പൂപ്പൻ തൊട്ട് ഇങ്ങനെ ആയി വരുന്നതാണ്. ഇവിടെയുള്ള പ്രോബ്ലം, ക്രോസിംഗ് വന്നാൽ ജീൻ ഫാക്ടറിന്റെ ക്വാളിറ്റി പോകും. ഇപ്പോ 2 തരത്തിലുള്ള നെല്ല്. ഈ നെല്ല് രണ്ടിനും അതിൻ്റെതായ പ്രത്യേകമായിട്ടുള്ള ഗുണനിലവാരമുണ്ട്. ഇത് തമ്മിൽ ക്രോസിംഗ് നടത്തിയാൽ എന്താ സംഭവിക്കുക? 2 നെല്ലിന്റെ കുറെ ഗുണം വരും. പൂർണ്ണമായിട്ട് വരുമോ? ഒരിക്കലും വരില്ല. ഇങ്ങനെ ക്രോസിംഗ് നടത്തി ഈ 2 നെല്ലിന്റെയും ഒറിജിനൽസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പണ്ട് കാലത്തുള്ളവർ അരിയുടെ സ്വാദിനെ പറ്റി പറയില്ലേ? പണ്ടത്തെ അരിക്കൊക്കെ എന്തോ ഒരു സ്വാദായിരുന്നു എന്നൊക്കെ പറയും. ഇന്നാണ് ആ സ്വാദൊന്നും ഇല്ല എന്നൊക്കെ പറയും. അതിതാണ് ഫാക്ടർ. മൃഗങ്ങളിൽ ഈ ക്രോസിംഗ് ഉണ്ട്, കോവർക്കഴുതയൊക്കെ അങ്ങനെയല്ലേ? പക്ഷെ പല രാജ്യങ്ങളിലും ഈ ക്രോസിംഗ് നിരോധിച്ചിട്ടുണ്ട്. കാരണം ആ ഒറിജിനൽ ജീവി ഏതാണോ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വംശനാശം സംഭവിക്കുന്ന പോലെ ആയിത്തീരും എന്നുള്ളത് കൊണ്ട് പല രാജ്യങ്ങളും ഈ ക്രോസിംഗ് നിരോധിച്ചിരിക്കുകയാണ്. ഇത് തന്നെ മനുഷ്യനിലും ഉണ്ടാകുന്നുണ്ട്. മനുഷ്യരിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് ഈ കഴിവുകൾ ജീനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ സ്വർണ്ണപ്പണിക്കാരാണെങ്കിൽ ആ കഴിവ് അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവരുടെ ബ്ലഡിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടറോ അല്ലെങ്കിൽ വൈദ്യത്തിലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ജീൻ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നടന്ന ഒരു സംഭവം പറയാം. നോർത്തിൽ എങ്ങോട്ടാണ്, എൻ്റെ പ്രൊഫസറാണ് ഇത് എന്നോട് പറഞ്ഞത്. അവർക്ക് ഒരു പർവ്വതത്തിന്റെ ഭാഗത്തായിട്ട് വെള്ളമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇതുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ വലിയ വലിയ മെഷീൻസും ഒക്കെ ആയിട്ട് ഈ കുഴിച്ചു നോക്കി വെള്ളമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വരികയാണ്. അപ്പൊ അവിടെ അവിടുത്തെ ഗ്രാമീണരായിട്ടുള്ള അല്ലെങ്കിൽ കാട്ടിലൊക്കെ വസിക്കുന്നവരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പൊ ഈ മൂപ്പനോട് അല്ലെങ്കിൽ അവിടെയുള്ള അദ്ദേഹത്തിനോട് ഒരു പെർമിഷനൊക്കെ ചോദിക്കണമല്ലോ ഇങ്ങനത്തെ പരീക്ഷണമൊക്കെ നടത്താൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ പെർമിഷൻ ചോദിക്കാനായിട്ട് വന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്?
അപ്പൊ പറഞ്ഞു ഇങ്ങനെ വെള്ളമുണ്ടോ, എത്ര അടി താഴെയാണ് വെള്ളം ഉള്ളതെന്ന് അറിയാൻ. അപ്പൊ ചോദിച്ചു അതിനെന്തിനാ ഇതൊക്കെ, ഈ സാധനങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു. അല്ല ഇത് വെച്ച് വേണം കണ്ടുപിടിക്കാൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അവിടെ എത്ര ആഴത്തില്, എവിടെയാണ് വെള്ളം ഉള്ളത്, അവിടെ എത്ര ആഴത്തിൽ കുഴിച്ചാല് വെള്ളം കിട്ടുന്നു പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ കുട്ടി നേരെ അവിടെ ചെന്നു കുറേ സ്ഥലങ്ങളില് ഭൂമിയിലേക്ക് ചെവി വെച്ച് കേട്ട് നോക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് കുറേ സ്ഥലത്തെത്തിയിട്ട് ഒരു ഭാഗത്തെത്തിയ പറഞ്ഞു ഇവിടെ വെള്ളമുണ്ട്. എത്ര അടിയില്? ഇത്ര അടി താഴെ വെള്ളമുണ്ട് പറഞ്ഞു. ഇവരെന്ത് ചെയ്തു? ഇവരുടെ മെഷീൻ വെച്ചെല്ലാം ഒന്ന് അളന്നു നോക്കി. ഇവരുടെ മെഷീൻ വെച്ച് നോക്കിയപ്പോൾ ഈ കുട്ടി പറഞ്ഞതിൽ നിന്നും വ്യത്യാസമുണ്ട് ഇവരുടെ മെഷീനിൽ കണ്ടുപിടിച്ചത്. എന്താണെങ്കിലും ഇവർ കുഴിച്ചു നോക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഈ കുട്ടി പറഞ്ഞ ആഴത്തിലാണ് കൃത്യം വെള്ളം കണ്ടുപിടിച്ചത്. അപ്പോ ചോദിച്ചു ഇതെങ്ങനെ മനസ്സിലാക്കി, ഈ കുട്ടിക്ക് എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം ജീനിലൂടെ വന്നിരിക്കുന്നതായതുകൊണ്ട് ഈ കുട്ടിക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് പരമ്പരാഗതമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കഴിവാണ്. എന്തെങ്കിലും ടെക്നിക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കും, പക്ഷെ ജീൻ ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ഏറ്റവും വലിയ സംഭവങ്ങൾ നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൾഫ് കൺട്രീസിലൊക്കെ വളരെ വലിയ പണക്കാരായിട്ടുള്ള സുൽത്താന്മാരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ നമുക്കൊന്നും ഇമാജിൻ പറ്റാത്ത അത്രയാണ് സ്വത്ത്. അപ്പൊ അവരെന്ത് ചെയ്തു എന്നറിയോ? ഈ സ്വത്തൊന്നും വെളിയിൽ പോകാതിരിക്കാൻ കുടുംബത്തിൽ തന്നെ ബന്ധുക്കളെ കൊണ്ടൊക്കെ പെൺകുട്ടികളെ ആൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു. പക്ഷെ കുറെ കാലം ആദ്യം കല്യാണം കഴിച്ചവർക്ക് കുഴപ്പമൊന്നും കാണില്ല. പിന്നെ പിന്നെ അവരിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ ഓരോരുത്തർക്കായിട്ട് ആയുസ് കുറയുന്നു, അംഗവൈകല്യം വരുന്നു, ഓരോരോ പ്രോബ്ലം വരാൻ തുടങ്ങും. സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ വരുമ്പോഴേക്കും നമ്മൾ അറിയും. അപ്പൊ നമ്മൾ വിചാരിക്കുമോ നമ്മുടെ 5 തലമുറ മുമ്പ് ഇങ്ങനെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ഈ പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ബാക്കിയുള്ളവരെ കല്യാണം കഴിച്ചാൽ എന്താ പ്രോബ്ലം. ഇന്ന് തന്നെ പറയത്തില്ലേ ചില ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരെ കുടുംബത്തിലുള്ളവരെ കല്യാണം കഴിച്ചാൽ കുട്ടി അല്ലെ. എനിക്ക് പരിചയം എൻ്റെ കൂട്ടുകാരി എൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളായിരുന്നു. അവർ തമ്മിൽ കല്യാണം കഴിച്ച സ്നേഹമൊന്നും അല്ല, കല്യാണം കഴിച്ചു. രണ്ടാമത്തെ കുട്ടി കിടന്ന കിടപ്പായിരുന്നു. എത്രയോ വർഷം നമുക്കറിയാവുന്നതാണ്, ബന്ധുക്കളായിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ എന്തെന്ന് വെച്ചാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ വംശനാശം വന്ന് ഈ കുടുംബങ്ങളെല്ലാം ഇല്ലാതെ. അതുകൊണ്ടാണ് നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നത്, ഗോത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, ക്രോസിംഗ് വരാതിരിക്കാൻ. ഏത് ലീനിയേജിലാണ് നമ്മൾ വന്നത് പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. പെൺകുട്ടിയുടെ 7 തലമുറ മുന്നോട്ടോ അമ്മയുടെ സൈഡിൽ 7ഓ അച്ഛൻ്റെ സൈഡിൽ 5ഓ 7ഓ നോക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര ബന്ധമില്ലാത്തവർ തമ്മിൽ എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഈ ക്രോസിംഗ് പാടില്ല. ഈ ക്രോസിംഗ് ഇല്ലാത്ത കേസുകൾ ഇന്നും ഉണ്ട്. അത് ഏറ്റവും പ്രധാനം നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ, ഇത് പൊതുവെ പുറത്തു വിടാത്ത ന്യൂസുകളാണ്. രാഷ്ട്രപതി ഭവനിൽ ഈ കുതിരപ്പുറത്തൊക്കെ പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? നല്ല തൊപ്പിയൊക്കെ വെച്ച് എല്ലാം 6-6.25 അടി പൊക്കമൊക്കെയാണ് അല്ലെ. ഇത് രജപുത്ത് ഫാമിലി എന്നുള്ളവരാണ്. അവരുടെ ഇടയിൽ ക്രോസിംഗ് സമ്മതിക്കത്തില്ല. വേറെ പുറത്തുനിന്ന് അവർ ബന്ധുക്കളല്ലാത്തവരുണ്ടല്ലോ, അതില് പുറത്തുനിന്ന് ഒരാളും ആ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു വരാൻ പാടില്ല. കാരണം അവരുടെ ഈ ഫിഗർ, ഹൈറ്റ് ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യും. ഇതിൽ സംശയമുണ്ടോ? നമുക്ക് ഹൈറ്റും വെയിറ്റും ഒക്കെ കിട്ടിയിരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ എനിക്കല്ല കിട്ടിയിരിക്കുന്നത്. ഇതിൽ സംശയമൊന്നുമില്ല. ഇത് പുറത്തറിഞ്ഞത് ആ കുടുംബത്തിലുള്ളൊരു പെൺകുട്ടി പുറത്തുനിന്നുള്ളവരെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. അവരെടുത്തില്ല, സ്വീകരിച്ചില്ല, അവളെ പുറത്താക്കി. അവരെ തെറ്റ് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. ബിക്കോസ് ദേ ഹാവ് ടു ഫോളോ ദാറ്റ് ട്രഡീഷൻ. അപ്പൊ അതുകൊണ്ടാണ് ബ്രാഹ്മണരോട് പറയുന്നത് മദ്യം സേവിച്ചാൽ ബ്രഹ്മഹത്യ പാപത്തിന് തുല്യമാണ്. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ആദ്യമേ ഞാൻ പറയാം പൂണിട്ടവരെ അല്ല. ചാതുർവർണ്ണ്യം മൈനാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ, കയ്യിരിപ്പ് അനുസരിച്ചാണ്. ജന്മം കൊണ്ട് ആരും ബ്രാഹ്മണരാകില്ല. കർമ്മം കൊണ്ട് വളരെ സാത്വികമായിട്ട് ചിന്തിച്ച് വളരെയധികം നല്ല രീതിയിൽ ജീവിക്കുന്നവർ. ഇനി പൂണൂലിട്ടവരെ പറ്റി ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി വർഗീയത പറയുന്നതല്ല, പൂണൂലിട്ടവരിൽ പത്രത്തിൽ നോക്കിയാൽ കൊലപാതകം ചെയ്യുന്നവര് എത്രമാത്രമുണ്ട്. മലദ്വാരത്തിൽ വെച്ച് നടത്തുന്നവർ എത്ര പേരുണ്ട് അല്ലേ?
വളരെ കുറവല്ലേ? ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ DNA എഫക്റ്റാണ്. ഈ DNA എഫക്റ്റ് കാരണം കുലത്തിലൂടെ വരുമ്പോൾ ഈ സാത്വിക സ്വഭാവം ട്രാൻസ്ഫർ ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ ആ കുലത്തിലുള്ള ഒരാൾ മദ്യപിക്കുകയോ മാംസം കഴിക്കുകയോ, കാരണം എന്താണ്? അവർ ഈശ്വര പൂജ ചെയ്യേണ്ടവരാണ് അല്ലെ? ഈശ്വര പൂജ ചെയ്യേണ്ടതുകൊണ്ട് അവർ ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പാടില്ല. ആ കുടുംബത്തിലുള്ള ഒരാൾ, ബ്രാഹ്മണനായിട്ടുള്ള ഒരാൾ മദ്യപിച്ചാലോ മാംസം കഴിച്ചാലോ ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. പാപങ്ങളിൽ ഏറ്റവും വലുത് ബ്രഹ്മഹത്യാ പാപമാണ്. ഈ ബ്രഹ്മഹത്യാ പാപം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ബ്രാഹ്മണന്റെ ബ്രഹ്മ തേജസ്സിനെ അയാൾ നശിപ്പിക്കുകയാണ്. തൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മ തേജസ്സിനെ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. മാത്രമല്ല, തൻ്റെ ഉള്ളിലെ ബ്രഹ്മ തേജസ്സിനെ നശിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? എത്രയോ തലമുറകളെ ബാധിക്കും അല്ലെ? ഇപ്പൊ എത്രയോ തലമുറകളെ ബാധിക്കുന്ന ഒരു പാതകം ചെയ്യുന്നത് കൊണ്ടാണ് അയാൾക്ക് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകുന്നത്. തണ്ണിമത്തം എടുത്താൽ പോലും ക്രോസിംഗ് വന്നാൽ പ്രശ്നമാണ് ഏത് സാധനത്തിനും. അതുകൊണ്ട് ആ ഒരു ലീനിയേജ്, അതേപോലെയുള്ള തടിപ്പണിക്കാർ, അതേപോലെയുള്ള സ്വർണ്ണപ്പണിക്കാർ, അതേ അറിവുകൾ കടന്നു വരണമെങ്കിൽ എന്ത് വേണം? ആ ലീനിയേജ് വേണം. പൂർവ്വജന്മത്തിലെ ആ കഴിവും നമുക്ക് വരും. പൂർവ്വജന്മത്തിൽ നമ്മൾ എന്തായിരുന്നോ ആ ഒരു വാസനയും കൂടെ നമുക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നിരിക്കുന്നു. ജനിച്ച ഉടൻ തന്നെ ചില കുട്ടികൾക്ക് എങ്ങനെ എത്രമാത്രം ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നത്? വയറ്റിലിരിക്കുമ്പോൾ അമ്മ പ്രാർത്ഥിച്ചതും കഴിഞ്ഞ ജന്മം. അതിനൊരു ഉദാഹരണം പറയാം. വ്യാസഭഗവാന്റെ ചരിത്രം നമ്മൾ മഹാഭാരതത്തിലൊക്കെ കാണുന്നുണ്ട്. എവിടെയെങ്കിലും അദ്ദേഹം എന്തെങ്കിലും പുസ്തകം പഠിച്ചതായിട്ടോ എവിടെയെങ്കിലും പഠിക്കാൻ പോയതായിട്ടോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. നേരെ 4 വേദങ്ങൾ വിഭജിക്കുകയാണ്. ഫോൾഡർ ഉണ്ടാക്കി നമുക്ക് കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിൽ ഓരോ ഫയൽസിലും എന്താ ഉള്ളതെന്ന് അറിയണ്ടേ? ഇത് മൊത്തത്തിലുള്ള വേദത്തിനെ കാറ്റഗറൈസ് ചെയ്തു അതിനകത്തുള്ള സാധനം അനുസരിച്ച്. അപ്പൊ ഇത് മുഴുവൻ അറിയാം. ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി? പൂർവ്വജനം പറയുന്നു അദ്ദേഹം ആപദുദ്ധർ എന്ന് പറയുന്ന ഒരു മഹർഷിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ആ ജന്മം മുഴുവൻ ഹിമാലയത്തില് തപസ്സിരുന്ന് തപശക്തി ഉണ്ടാക്കി ഈ വേദങ്ങൾ മുഴുവൻ അധ്യയനം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തെ പറ്റി അതുകൊണ്ടാണ് പുറം ലോകം അറിയാത്തത്. പക്ഷെ ആചാര്യന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ തലമുറകളിലൂടെ ഈ അറിവ് വന്നിട്ടുണ്ട്. ഈ അറിവാണ് അടുത്ത ജന്മത്തിലേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീൻ ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഇനി കല്യാണം കഴിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മുമ്പ് പറഞ്ഞതുപോലെ ഈ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായിട്ടാണ് സംഭവിക്കുക. പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് നമുക്കിത് മനസ്സിലാവില്ല. ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിച്ചൊന്നും കുഴപ്പമില്ല, കുറെ കാലം ജീവിക്കും. അവരുടെ കുട്ടിയിൽ ചെറുതായിട്ട് ക്വാളിറ്റി കുറവ് വരും. അതും ചിലപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതായിരിക്കില്ല. അതിൻ്റെ അടുത്ത കുട്ടിക്ക് കുട്ടികൾ ഉണ്ടാവില്ല ചിലപ്പോൾ. ഇങ്ങനെ ആ വംശം നിന്ന് പോകും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ എല്ലാം ഉള്ള നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മയാണ്. ശരിയല്ലേ? തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള അറിവുണ്ടെങ്കിൽ ഞാൻ പറയും, എല്ലാവരും കിടന്ന് പറയും കേട്ടോ കുട്ടി മതം മാറിപ്പോയി അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. എല്ലാവരും നമ്മുടെ പിള്ളേരെ മതം മാറ്റുന്നു. നമ്മൾ നിന്നു കൊടുത്തിട്ടല്ലേ അല്ലേ? നമ്മളോട് ആരെങ്കിലും സുവിശേഷവും മതം മാറാതെ പറഞ്ഞാൽ നമ്മൾ നിന്നു കൊടുക്കുമോ? അല്ലേ? നമ്മളുടെ കുട്ടികൾ മതം മാറി പോകുന്നതിന് കാരണം നമ്മുടെ കുട്ടികളോട് ആരെങ്കിലും വന്ന് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന് ആനയുടെ തലയല്ലേ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ നമുക്കറിയില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം മുഴുവൻ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒന്നാമത് ആയുസ് കുറഞ്ഞു. ഈ വ്യാസഭഗവാൻ ദ്വാപര യുഗത്തിലാണ് എന്ത് എഴുതിയത്? മഹാഭാരതവും ഭാഗവതവും ഒക്കെ എഴുതിയത്. രാമായണം ത്രേതായുഗത്തിലാണ് എഴുതിയത്. അവർക്ക് ആയുസ് ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 24,000 ശ്ലോകമൊക്കെ എഴുതി വെച്ചു. ഇവിടെ നമുക്ക് പറ്റും 24,000 ശ്ലോകം വായിക്കാൻ? ഇന്ന് ഏറ്റവും കൂടുതൽ ജോലി തിരക്കുള്ള ഒരാളോട് വായിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? അതിനാണ് ചതുശ്ലോകി ഭാഗവതവും എല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. രാമായണം എടുത്താലും കാട്ടിൽ കൂടെ രാമനും സീതയും നടന്നു പോവാണ് സല്ലപിച്ച്. അപ്പൊ വഴിയിൽ ഒരിടത്ത് ഒരു മരം കാണുന്നുണ്ട്, ഒരു വ്യത്യസ്തമായിട്ടുള്ള മരം. സീത രാമനെ വിളിച്ച് കാണിക്കുന്നുണ്ട്, ആ മരം കണ്ടുവന്നു. 20 ശ്ലോകത്തിന് മുകളിലുണ്ട് ആ മരം വർണ്ണിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് അത് എടുത്തു കൊടുത്താൽ എന്തായിരിക്കും? അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഇതിന്റെ സമ്മറി ആചാര്യന്മാരെ അറിവുള്ളവർ എഴുതിയാൽ അത് നമ്മൾക്ക് ജനങ്ങളിലേക്ക്
എത്തിക്കാൻ സാധിക്കും. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല, തൻ്റെ ജീവിതത്തിൽ ഇത് റെലവെന്റ് ആണ്, പ്രാക്ടിക്കൽ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു പറഞ്ഞാൽ ഈ കുട്ടികൾ വന്നിരുന്നോളൂ, ഒരു സംശയവും വേണ്ട. പക്ഷെ കുട്ടികൾ വരാത്തതിന് കാരണം ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നോളജ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നതല്ലേ. DNA ഫാക്ടർ, എനർജി ഫാക്ടർ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും എൻ്റെ വാക്കല്ല, ആചാര്യന്മാർ പറഞ്ഞു വെച്ചാണ്. ഞാൻ പറയുന്ന പോലെ പറയണമെന്നല്ല പറയുന്നത്. പക്ഷെ ഈ രീതിയിൽ നമ്മുടെ കുട്ടികളിലേക്ക്, തലമുറകളിലേക്ക് നമ്മൾ എത്തിക്കണം. ഇതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അറിവിനാണ്. അതുകൊണ്ട് തന്നെ കുടുംബ വ്യവസ്ഥിതിയെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, എനർജി ഇസ് എ ഫാക്ടർ, ഫുഡ് ഇസ് എ ഫാക്ടർ, ജീൻ ഇസ് എ ഫാക്ടർ. ഇനി അടുത്തതിലേക്ക് കടക്കുകയാണ്, നോളജ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫാക്ടർ. കാരണം അറിവിനാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്ന്. അറിവുണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മളെ വഴിതെറ്റിക്കാൻ പറ്റില്ല, ശരിയല്ലേ? നമ്മളോട് ആരെന്ത് എന്ന് പറഞ്ഞാലും നമ്മൾ കുലുങ്ങത്തില്ല. ഈ അറിവിന്റെ പ്രാധാന്യം സരസ്വതി ദേവിയെ നോക്കിയാൽ മതി. സരസ്വതി ദേവി വീണ വായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ വീണയിൽ ഒരു വ്യാളിയുണ്ട്. വീണ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്, ആ വളഞ്ഞിരിക്കുന്നത് ഒരു വ്യാളിയുടെ മുഖമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ആചാര്യന്മാർ പറഞ്ഞു നമ്മളത് തടിയിൽ ഉണ്ടാക്കി വെക്കും. ശരിക്കുള്ള സരസ്വതി ദേവിയുടെ വീണയിലുള്ള വ്യാളി എല്ലായ്പ്പോഴും ഉറങ്ങിയിരിക്കുകയാണ്. ശരിക്കും വ്യാളിയുടെ സ്വഭാവം എന്താണ്? വ്യാളി എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗപ്പൂരിന്റെ ഇതൊക്കെ നോക്കിയാൽ മതി. ഇങ്ങനെ തീ തുപ്പുന്നതാണ് അല്ലേ? ഇവിടെ വരുമ്പോ ബിന്ദുവിന് പേടിയായിരുന്നു, പുലിയുണ്ടോ എന്ന് പറഞ്ഞ് പേടിച്ചാണ്. എന്നിട്ട് വന്നപ്പോഴേ പാമ്പിനെ കണ്ടു, എന്നിട്ട് നല്ല പേടിയാ. അപ്പം ഒറിജിനൽ ഒരു വ്യാളി വല്ലതും വന്നാൽ എന്തായിരിക്കും അവസ്ഥ? എന്തിനും വീഗാലാൻഡിൽ പോയിട്ട് കണ്ണാടിയൊക്കെ വെച്ച് തിയേറ്ററിൽ പോയി 3D കാണാനാണ് പറഞ്ഞിരിക്കും. നമുക്കറിയാം അത് തിയേറ്ററാണ്, ഇത് 3D ആണെന്നറിയാം. എന്നിട്ട് പാമ്പ് വരുമ്പോൾ നമ്മള് തല മാറ്റും. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇങ്ങനെയുള്ള നമ്മുടെ അടുക്കലേക്ക് ഒരു ഒറിജിനൽ വ്യാളി വന്നാൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ? വ്യാളി അത്രമാത്രം ആക്രമണ സ്വഭാവമുള്ളതാണ്. ഈ വ്യാളി സരസ്വതി ദേവിയുടെ വീണയിലിരിക്കുന്നത് തൂങ്ങിയാണ്. ആചാര്യന്മാർ പറയുന്നു അതിന് കാരണം സരസ്വതി ദേവി അറിവിന്റെ ദേവതയാണ്. അറിവ് പുറപ്പെട്ടുകൊണ്ടിരുന്നാൽ യഥാർത്ഥ അറിവുള്ളവർക്ക് വ്യാളിക്ക് തനി സ്വഭാവം എടുക്കാൻ പറ്റില്ല. ഒരു രാക്ഷസന് നമ്മുടെ അടുക്കൽ വരാൻ പറ്റില്ല എന്ന്. ഇതെല്ലാം സിംബോളിക്കാണ്. പക്ഷെ അവിടെ പറയുന്നു എങ്ങനെയുള്ളവരിലേക്ക് വേണം അറിവ് പകരാൻ. അത് പറയുമ്പോൾ നമ്മൾ നവരാത്രിയിലേക്ക് പോകണം. കുറച്ചുകൂടി സമയമുണ്ട്, അപ്പൊ അതും കൂടെ പറഞ്ഞ് നമുക്ക് സമാപിപ്പിക്കാനുള്ള സമയം. നവരാത്രിയിൽ നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുക? 9 ദിവസം. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ദുർഗാപൂജയാണ്, കേരളത്തില് സരസ്വതി പൂജയാണ് അല്ലേ? നമുക്ക് പ്രധാനത. അതുകൊണ്ടാണ് വിജയദശമി മാറി വരുന്നത്. നമുക്ക് രാവിലെ ദശമി വേണം, എഴുത്തിനിരുത്തേണ്ടതുണ്ട്. അപ്പൊ ആദ്യത്തെ 3 ദിവസം കാളി ദേവിയെയും, അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയെയും, അടുത്ത 3 ദിവസം സരസ്വതി ദേവിയെയും പ്രാർത്ഥിക്കും. ഈ ഓർഡർ മാറിപ്പോയാൽ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലേ? കുഴപ്പമുണ്ട്. വെറുതെ അല്ല നമ്മുടെ ആചാര്യന്മാരൊന്നും പറഞ്ഞിരിക്കുന്നത്, ഇതിന് കുഴപ്പമുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നവരാത്രിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വ്രതം അല്ലേ? വ്രതം എടുക്കുമ്പോൾ എന്താണ്? പിന്നെ നമ്മൾ കുറച്ച് മര്യാദയൊക്കെയാവും. നവരാത്രിക്ക് വരാൻ തുടങ്ങി നോൺവെജ് ഒന്നും കഴിക്കരുത്, ദേഷ്യമൊക്കെ കുറയ്ക്കണം. ചിലപ്പോൾ നമ്മൾ പറയാറില്ല മലയ്ക്ക് മാലയിട്ട് പോയി, അല്ലേ ഞാൻ കാണിച്ചു തരായിരുന്നു എന്നൊക്കെ പറയില്ലേ? അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ വ്രതമൊക്കെ എടുക്കുമ്പോൾ നമ്മളൊരു സാത്വിക ഭാവത്തിലേക്ക് പതുക്കെ അങ്ങ് വരിക. നമ്മളൊന്ന് പ്രിപ്പയർഡ് ആകണം. അതാണ് കാളിദേവി. കാളിദേവി എന്താ ചെയ്യുന്നത്? നമ്മുടെ തമോ ഗുണത്തിനെ, ആസ്വദിക ഭാവത്തിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ വ്രതത്തിലേക്ക് എടുക്കുമ്പോൾ ഫസ്റ്റ് 3 days എന്താ സംഭവിക്കുന്നത്? 3 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുമാതിരി പച്ച പിടിക്കും, ഒരുമാതിരി അതിലേക്ക് വരും. നമ്മുടെ തമോ ഗുണമൊക്കെ ഇല്ലാതെയാകും. അടുത്ത 3 ദിവസം തമോ ഗുണം ഇല്ലാതെയായാൽ അവിടെ എന്തുണ്ടാകും? ഐശ്വര്യം ഉണ്ടാകും അല്ലെ? കുരുട്ടും മുല്ലായ്മയൊക്കെ മാറ്റി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തെളിച്ചമുണ്ടാകും, ഒരു ഐശ്വര്യം ഉണ്ടാകും. ലക്ഷ്മി എന്ന് പറയുന്ന സമ്പത്ത് മാത്രമല്ല, എല്ലാ ഐശ്വര്യങ്ങളും നന്മ, സദ്ബുദ്ധിയാണ്. സദ്ബുദ്ധി അല്ലെങ്കിൽ നന്മ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ സരസ്വതി ദേവി നമ്മളെ അനുഗ്രഹിക്കാവൂ. കാരണം നന്മയുള്ള മനസ്സിലെ അറിവുണ്ടാകാവൂ. ഇല്ലെങ്കിൽ എന്താവും? ഇപ്പൊ നമ്മള് അപ്പുറത്ത് ആ യുദ്ധമൊക്കെ നടക്കുന്ന കാണുന്നില്ലേ അല്ലേ? ഇപ്പൊ നമുക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണ് അല്ലേ? ആ ഇസ്രായേലുമായിട്ട് യുദ്ധമൊക്കെ ചെയ്യുന്നു, തിരിച്ചു ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നു. ഇവർക്ക് ഈ ഭീകരന്മാർക്ക് യുദ്ധം ഇല്ലാഞ്ഞിട്ടാണോ?
അല്ല, ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? എന്തുമാത്രം ബുദ്ധിയാണ്. പക്ഷെ ബുദ്ധി ആർക്കാ കൊടുത്തത്? തിന്മയുള്ളവർക്ക് ബുദ്ധി കൊടുത്താൽ ലോകനാശായിരിക്കും ഫലം. നന്മയുള്ളവർക്ക് ബുദ്ധി കൊടുത്താൽ അബ്ദുൽ കലാം സാറിനെ പോലെ അല്ലെങ്കിൽ ISRO ചെയർമാനെ പോലെ അവരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ മൊബൈലും സാറ്റലൈറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ സുഖഭോഗങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നു. നന്മയുള്ള മനസ്സിലെ അറിവ് വരാവൂ. അതുകൊണ്ടാണ് 3-ാം ദിവസം സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നത്. പാവം സരസ്വതി ദേവിക്ക് കാശില്ലാത്തതുകൊണ്ട് ബാക്കി എല്ലാവരും നല്ല പട്ടുസാരി കളർഫുൾ ഉടുക്കുമ്പോൾ സരസ്വതി ദേവി മാത്രം എന്താണ്? വെള്ളപ്പട്ടുസാരി. ബ്രഹ്മദേവൻ വാങ്ങിച്ചു കൊടുക്കാനിട്ടാണോ? ആണോ? ബ്രഹ്മദേവനല്ലേ ഭർത്താവ്, വാങ്ങിച്ചു കൊടുക്കാനിട്ടാണോ? കാരണം വേറൊരു ഭാര്യയുണ്ട് ബ്രഹ്മദേവന്. സരസ്വതി ദേവി എപ്പോഴും ബിസിയാണെന്ന് പറഞ്ഞ് സാവിത്രി എന്ന് പറയുന്ന ഒരു ഭാര്യയും കൂടി ഉണ്ട്. അപ്പൊ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിംബോളിക്കാണ്. ലക്ഷ്മി ദേവിയുടെ സാരി പച്ചയും സ്വർണവുമാണ്, മാറി മാറി. ഗ്രീൻ ഇസ് ദ സിംബൽ ഓഫ് പീസ്, സമാധാനത്തിന്റെ നിറമാണ് കടും പച്ച. ഇത് പച്ച കേൾക്കുമ്പോഴേ പലർക്കും അലർജിയാണ്. ഇത് വേറെ ആരുടെ നിറാണ്? ഇവരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രകൃതിയിലോട്ട് നോക്കിയാൽ പ്രകൃതിയുടെ നിറം എന്താണ്? പക്ഷെ അങ്ങനെ ആർക്കും കൊടുക്കേണ്ട സാധനവുമല്ല. ഗ്രീൻ ഇസ് ദ സിംബൽ ഓഫ് പീസ്. പച്ച വളരെ സമാധാനത്തിന്റെ പീസ് സിംബലാണ്. ഗോൾഡൻ കളറ് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. വെള്ള എന്തുകൊണ്ടാണ് സരസ്വതി ദേവിക്ക് വെച്ചിരിക്കുന്നത്? വെള്ള എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, ഇതുപോലെ തന്നെ അറിവിന്റെ, നിർമ്മലമായിട്ടുള്ള അറിവ് വേണം. നിർമ്മലതയെ സൂചിപ്പിക്കുന്നതാണ് വെള്ള, അല്ലെ? മഹാദേവൻ കൈലാസത്തില് മഞ്ഞിലാണ് ഇരിക്കുന്നത്. ഭാവി ഈ തണുപ്പത്തിൽ ഐസിൽ പോയിരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനെയാ സൂചിപ്പിക്കുന്നത്? അത്ര നിർമ്മലമായിട്ടുള്ള സ്ഥലത്തിലെ ഭഗവാൻ കുടികൊള്ളും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇറച്ചിയൊന്നോട്ട് മലിനാക്കരുത്. ഭഗവാൻ എവിടെയാണ്? നിർദ്ദേശ അർജുന തിഷ്ഠതി, നിന്റെ ഹൃദയത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും യഥാർത്ഥ അറിവ് കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭഗവാൻ എല്ലാ ഉപദേശവും കൊടുത്തിട്ട് അർജുനനോട് പറയുന്നുണ്ട്, അർജുന, ഞാൻ വളരെ വലിയ തത്വങ്ങളാണ് നിനക്ക് പറഞ്ഞത്, പക്ഷെ ഇത് ഗുഹ്യതമം, പാത്രം അറിഞ്ഞ് വിളമ്പാം. എല്ലാവർക്കും പോയി വിളമ്പി കൊടുക്കരുത്. അതിന് കാരണം എന്താ? എല്ലാവർക്കും വിളമ്പി കൊടുത്താൽ താല്പര്യമില്ലാത്തവർ ഇത് കേൾക്കും. അവരിതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കും. പിന്നെ അതായിരിക്കും അടുത്ത തലമുറയിലേക്ക് പോവുക, അല്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രഭാഷണമൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു. ഞാൻ ഒരു സ്ഥലത്ത് പോലും പ്രഭാഷണം നടത്തട്ടെ എന്ന് അങ്ങോട്ട് ചോദിക്കാറില്ല. കാരണം മനസ്സോടെയാണ് അവർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുന്നത് പോലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളോട് സ്നേഹമുള്ളവര് അവിടെ ചെയ്യാവോ, ഇവിടെ ചെയ്യാവോ, ബന്ധുസൊക്കെ ചോദിക്കും, അവിടെ വന്നല്ലേ അവിടെ ചെയ്യാവോ എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, പാത്രം അറിഞ്ഞേ വിളമ്പാവും. അതുകൊണ്ട് എന്താ പറയുക, ഈ അറിവ് എപ്പോഴും ഗുഹ്യമായിട്ടായിരിക്കും ഇരിക്കുക. എങ്ങനെയുള്ളവർക്കേ വെളിപ്പെടൂ? ശ്രമിക്കുന്നവർക്ക്. പരിശ്രമിക്കണം. നമ്മൾ അതിനു വേണ്ടി തപ്പിപ്പോണം. യഥാർത്ഥത്തിൽ തപ്പിപ്പോയാൽ ഇപ്പൊ ഈ നാട്ടിലെ മലയാളികൾ എത്ര പേരേ ഉള്ളൂ? എത്രയോ മലയാളികളുണ്ട്, അല്ലെ? നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലാഞ്ഞിട്ടാണോ ഇന്ന് ഇവിടെ വന്നത്? ഈ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ? സുഖമായിട്ട് കിടന്നുറങ്ങാം, മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുക, പുതിയ യൂട്യൂബിൽ റെസിപ്പി നോക്കി എന്തെങ്കിലും ഉണ്ടാക്കാൻ, ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഭർത്താവും ഭാര്യ തമ്മിൽ വഴക്കുണ്ടാക്കുക, ഇതൊക്കെ ചെയ്യാം. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് എവിടെയാണ്? അപ്പൊ എല്ലാവരും അവിടെ ഓരോന്നും ചെയ്യുമ്പോഴും നിങ്ങൾ എഫർട്ട് എടുത്തു. നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായി, നിങ്ങൾ ഒത്തിരി ത്യാഗം സഹിച്ചു. അങ്ങനെ എഫർട്ട് എടുത്ത് ശ്രമിച്ച് അതിനു വേണ്ടി വരുന്നവർക്ക് സഹനായി പറയുന്നതല്ല, അങ്ങനെ വന്നിരിക്കുന്നവരിലേക്ക് അറിവ് വെളിപ്പെട്ടു വരും. ആ സരസ്വതി എപ്പോഴും ഗോപ്യമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ബദരിയിൽ പോയിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിദ്യ പോയിട്ടുണ്ട്? ബദരിയിൽ പോയിരിക്കുന്നവര്? യെസ്. മാനായിൽ പോയിട്ടുണ്ടോ? മാനായിൽ സരസ്വതി നദിയുടെ ഉദ്ഭവം കണ്ടായിരുന്നോ? ഓക്കെ. അവിടെ ചെന്നാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ ഗ്രാമമാണ് മാന. അതായത് നേരത്തെ ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് അവിടെ എഴുതി വയ്ക്കുമായിരുന്നു. ഞാൻ ആദ്യം 2 പ്രാവശ്യം പോയപ്പോൾ ലാസ്റ്റ് വില്ലേജ് ആയിരുന്നു. കഴിഞ്ഞ ഈ ഒക്ടോബറിൽ പോയപ്പോൾ ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ, ടിബറ്റിന്ന് കയറുന്ന ആദ്യത്തെ വില്ലേജ് അല്ലേ. അപ്പൊ അവര് മാറ്റി എഴുതിയിട്ടുണ്ട്. അവിടെ ചെന്നാൽ സരസ്വതി നദിയുടെ ഉദ്ഭവം കാണാം. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അതിന്റെ പവർ. വളരെ വലിയ പാറക്കെട്ടിൽ നിന്ന് വളരെ ശക്തിപൂർവ്വം വെള്ളം പ്രവഹിക്കുക. എന്നാൽ ഇത് എവിടുന്നാണ് ഇത്രയും വെള്ളം വരുന്നതെന്ന് തോന്നും.
പക്ഷെ നമുക്ക് സരസ്വതി നദിയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ്. ഇവിടെ നിന്ന് ഒഴുകും, ഈ ശക്തിയിൽ ഇങ്ങ് ഒഴുകും. ഒരു ഭീംപുൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഭീമൻ. ഇത് കൂടിയാണ് പാണ്ഡവർ മറ്റേ മഹാപ്രസ്ഥാനം പോയത്. അപ്പൊ ഈ സരസ്വതി നദി കടക്കാൻ വയ്യാതെ ദ്രൗപദിക്ക് കടക്കാൻ പറ്റാതെ വലിയൊരു പാറക്കല്ലിട്ട് കൊടുത്തു സരസ്വതി നദിക്ക് കുറുകെ. അപ്പൊ ഭീമന്റെ ശരീരം എന്തായിരിക്കും ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ കൂടെ ഒഴുകും. കുറച്ചു ദൂരം പോകുമ്പം വേറൊരു സൈഡിൽ നിന്ന് അളകനന്ദ വരുന്നുണ്ട്. ഈ അളകനന്ദയായിട്ട് സരസ്വതി ചേർന്നാൽ പിന്നെ സരസ്വതി കാണാനില്ല. അളകനന്ദയിലേക്ക് മേർജ് ചെയ്യാം. സരസ്വതി നദിയുടെ ഒറിജിനലായിട്ട് ഒരു കൈവഴി പോലും നമുക്ക് കാണാൻ പറ്റില്ല. ഇനി എവിടെയാണ് സരസ്വതി നദി ഉള്ളത്? പ്രയാഗ്രാജിലാണ് പറയും. കുംഭമേള പ്രയാഗ്രാജിലാണ്. പ്രയാഗ്രാജിലുണ്ടെന്ന് പറഞ്ഞാലും സരസ്വതി നദി കാണാൻ പറ്റില്ല. വെള്ള കളറിൽ ഗംഗ ഒഴുകി വരും, പച്ച നീല കളറിൽ യമുന ഒഴുകി വരുന്നത് കാണാം. സരസ്വതി നദി അടിയിലുണ്ടെന്നാണ് സങ്കല്പം. എപ്പോഴും സരസ്വതി ഗോപ്യമായിരിക്കും. അത് കണ്ടുപിടിക്കാൻ ഉത്ഭവിക്കുന്നിടത്ത് കാണാം. ഈശ്വരൻ എന്നാണ് നമുക്കറിയാം. പിന്നെ നമ്മൾ കണ്ടുപിടിക്കണം, അത് തേടിയെടുക്കണം. കേരളത്തില് കോട്ടയം ജില്ലയില് ഞങ്ങളുടെ അവിടെ പനച്ചിക്കാട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. കേട്ടിട്ടുണ്ടോ? ഈ നാട്ടിൽ പോയാൽ പോണം എല്ലാവരും. ഈ പനച്ചിക്കാട് ക്ഷേത്രത്തില് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആദിശങ്കരാചാര്യരുടെ നടക്കാതെ പോയ ഒരു ആഗ്രഹം പൂർത്തിയായ ഒരു ക്ഷേത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ആദിശങ്കരാചാര്യരുടെ ആഗ്രഹം ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു, അല്ലേ? ശങ്കരാചാര്യൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ദേവി പറഞ്ഞ് തിരിഞ്ഞു നോക്കരുത്. പക്ഷെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഒച്ച കേൾക്കാത്തപ്പോൾ ശങ്കരാചാര്യർക്ക് ഒരു സംശയം. തിരിഞ്ഞു നോക്കി ദേവി എവിടെയിരുന്നു? അതാണ് മൂകാംബിക, അല്ലേ? ശരിക്കും പറഞ്ഞാൽ കേരളത്തിലേക്ക് ദേവി വെച്ചു പിടിച്ചതായിരുന്നു. പക്ഷെ ശങ്കരാചാര്യന് പറ്റിച്ചു. ശങ്കരാചാര്യൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു ദേവിയെ കാണാൻ. പക്ഷേ കേരളത്തിലെ പനച്ചിക്കാടിലെ ഒരു നമ്പൂതിരി സ്ഥിരമായിട്ട് മൂകാംബിക ദേവിയെ ഉപാസിക്കുമായിരുന്നു. അപ്പൊ സ്ഥിരമായിട്ട് ഉപാസിച്ച് കുറേ കാലമായപ്പോൾ വയസ്സായി. അപ്പൊ അവിടെ പോയി ഒരിക്കൽ ദേവിയോട് പറഞ്ഞു, ഇനി വരാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല, ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. അതുകൊണ്ട് ദേവി ഇതോടുകൂടി വരവ് നിർത്തുകയാണ്, ആരോഗ്യമൊക്കെ മോശമായി എന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് പനച്ചിക്കാടെത്തി കുളത്തിൽ സന്ധ്യാവനം ചെയ്യാനായിട്ട് കുടയെല്ലാം വെച്ചിട്ട് സന്ധ്യാവനമൊക്കെ ചെയ്തിട്ട് എടുത്തപ്പോൾ കുട എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ അപ്പോൾ തന്നെ വിഷ്ണു ക്ഷേത്രമുണ്ട്, അവിടുത്തെ കുളമാണ്. അവിടെ നിന്ന് പെട്ടെന്നൊരു ബ്രാഹ്മണ ഒരു നമ്പൂതിരി വന്നിട്ട് പറഞ്ഞു, ഇതില് മൂകാംബിക ദേവിയുടെ അങ്ങനെയുള്ള ഉപാസന ദേവിയുടെ ചൈതന്യമാണ്. അപ്പൊ ആ സമയത്ത് അവിടെ ഉപേക്ഷിച്ച ഒരു വനദുർഗയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു. ഈ ആചാര്യന്മാരെല്ലാം സന്യാസി വര്യന്മാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഭാഗത്തെത്തി ഒരു വിഗ്രഹത്തിന് അവരുടെ തപശക്തി ആവാഹിച്ച് ദേവി ആവാഹിച്ച് പൂജ ചെയ്യും. അവിടെ നിന്ന് പോകുമ്പോൾ അത് ഉദ്വസിച്ചിട്ട് പോകും ആ ചൈതന്യത്തെ. അപ്പൊ ആ വിഗ്രഹം അവിടെ കിടക്കും. അതിലേക്ക് ആവാഹിക്കാൻ പറഞ്ഞു. ആവാഹിച്ചിട്ട് അതവിടെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് നമുക്ക് നോക്കിയാൽ അറിയാം, ആ സരസ്വതി ദേവിയുടെ ഒറിജിനൽ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കില്ല. ശരിക്കും സരസിലാണ്. സരസ്വതി എന്ന് പറയുന്ന പേര് അങ്ങോട്ട് പല അർത്ഥമുണ്ട്. ഈ ദേവിയുടെ വിഗ്രഹം വള്ളിപ്പടർപ്പിനുള്ളിലാണ്, നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടെയും സരസ്വതി ദേവി ഗോപ്യമാണ്. കാണണമെങ്കിൽ മറുവശത്ത് സരസ്വതി ദേവിയുടെ പൂജാ വിഗ്രഹമുണ്ട്. ശിവയുടെ വിഗ്രഹം, അലങ്കാര വിഗ്രഹമൊക്കെ പോലെ ആ വിഗ്രഹമുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അറിവെന്ന് പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ എല്ലാം നമുക്ക് തന്നു വെച്ചിട്ടുണ്ട്, അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ശ്വിത്രദ്വിഡ് എന്ന് പറയുന്ന ഒരു പദം ഉണ്ട്. ശ്വിത്രദ്വിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദത്തിലെ സൂര്യനെയാണ് സൂചിപ്പിക്കുന്നത്. ശ്വിത്രം എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ടാണ്. ഈ വെള്ളപ്പാണ്ടിന് പരിഹാരമാണ് സൂര്യരശ്മി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ഇതുപോലെ പലതും പറയുന്നുണ്ട്. എല്ലുകൾ കൂട്ടി ഉണക്കാൻ ചേർക്കാനുള്ള ഒരു മരുന്ന്, രോഹിണി എന്ന് പറയുന്ന ഒരു പക്ഷിയെ പറ്റി പറയുന്നുണ്ട്. സർവഭേഷജം, എല്ലാ അസുഖങ്ങൾക്കുള്ള മരുന്നിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഈ ഇലയും ചെടിയും ഒക്കെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ്? DNA പോയി, ക്ലാൻ പോയി. ഇതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഓരോ ഗോത്രമൊക്കെ നോക്കുന്നതും ആ ഗോത്രം ഇന്നും മന്ത്രത്തിൽ ചൊല്ലുന്നത് എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് നമ്മൾ ഏത് ഗോത്രത്തിൽപ്പെട്ടാണെന്ന് അല്ലേ മറന്നു പോകും. ഇപ്പൊ നമ്മളൊക്കെ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചാൽ ശ്രീവത്സ ഗോത്രം, അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഗർഗഗോത്രം, അത് കഴിഞ്ഞ് ശ്രീവത്സ ഗോത്രത്തിലേക്കായി. നമ്മൾ എന്തുകൊണ്ട് ഭർത്താവിന്റെ ഗോത്രത്തിലേക്ക് കല്യാണം കഴിഞ്ഞ് മാറ്റുന്നു? കുഞ്ഞിന്റെ
പിതൃത്വം അല്ലെങ്കിൽ പിതൃത്വമല്ല മാതൃത്വം എന്താണെങ്കിലും കുഞ്ഞിൻ്റെ ശരിയായിട്ടുള്ള ആ DNA എന്നൊക്കെ പറയുന്നത് അച്ഛൻ്റെയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പരമ്പരയിലെ പറയും, അച്ഛൻ്റെ ബീജത്തിൽ നിന്നാണ് കുഞ്ഞ് ജനിക്കുന്നത്. ശരിക്കും പറഞ്ഞു സംയോഗം ഉണ്ടെങ്കിലും അച്ഛനാണ് അതിൻ്റെ തുടക്കം. അപ്പൊ അതുകൊണ്ട് അച്ഛൻ്റെ ഫാമിലി അനുസരിച്ച് മാത്രമേ വരും. അതുകൊണ്ട് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ എന്തിനാണ് ചിലർ ഇങ്ങോട്ട് ഗോത്രം മാറ്റി എന്താ കുഴപ്പം, അങ്ങനെയാണ് നമ്മൾ ആണായിട്ട് മാറുന്നു, എന്നാലേ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് ഗോത്രം കല്യാണം കഴിയുമ്പോൾ അങ്ങോട്ട് മാറ്റുന്നത്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഋഷീശ്വരന്മാർ അപ്രസക്തമായിട്ടുള്ള ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഋഷി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഋഷയോ സത്യദർശിതാരാണ്, സത്യത്തെ ദർശിച്ചവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞാലും സത്യമായിട്ട് ഭവിക്കും. കള്ളം പറയാതെ എന്നും സത്യം പറയുന്നവര് അറിയാതെ പോലും എന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യമായിട്ട് ഭവിക്കും. അതുകൊണ്ടാണ് അനുഗ്രഹവും ശാപവും ഒക്കെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നതിലൊക്കെ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് സമാപിപ്പിക്കുക. എല്ലാ വ്യക്തികളും പറയുന്നതാണ്. നമ്മൾ ചോദിക്കും പലപ്പോഴും ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള രാമായണവും മഹാഭാരതവും ഒക്കെ പഠിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇത്രയും ദശയിലായി. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ പഠിച്ച കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ ഓഫ് ഫിസിക്സിന്റെ ലാബ് എക്സ്പെരിമെന്റോ മാത്തമാറ്റിക്സിന്റെ പ്രോപ്പർട്ടീസിലോ എടുത്ത് സൊല്യൂഷൻ നോക്കിയിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസറാണ്. ഞാനും കുറേ സ്റ്റാറ്റിസ്റ്റിക്സും മാനേജ്മെന്റും ഓപ്പറേഷൻ റിസർച്ചും ഒക്കെ പഠിച്ചതാണ്. സിംപ്ലക്സ് ടേബിളൊക്കെ ചെയ്ത് ജീവിതം കുറെ പോയതാണ്. പക്ഷെ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഇതൊന്നും മോശമാണെന്നല്ല. ജീവിതത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ അത് അച്ഛനമ്മമാരുടെ അടുക്കലോ ഗുരുക്കന്മാരുടെ അടുക്കലോ നമ്മുടെ ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളിലോ ഈശ്വരനിലോ മാത്രമേ നമ്മൾ ആശ്രയിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഔട്ട്ഡേറ്റഡ് സിലബസ് അല്ല. പഠിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറയിൽ ഈ ഒരു രീതിയിലേക്ക് തിരിച്ചുവിടാൻ അയ്യപ്പസ്വാമി തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവസാന ശ്വാസം വരെ ഈ സനാതന ധർമ്മത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ നമ്മളെ എല്ലാവരും എല്ലാ ദേവന്മാരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രമിച്ച ഒരാൾ പോലും എഴുന്നേറ്റ് പോയില്ല. എൻ്റെ ബന്ധുക്കള്, പേരെടുത്ത് പറയണം, ഒത്തിരി പേരെ പറയണം. അതുകൊണ്ടാണ് ബന്ധുക്കള്, സുഹൃത്തുക്കള്, അതുപോലെ യൂട്യൂബ് കണ്ടിട്ടുള്ളവര്, പരിചയമുള്ളവരെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ ശ്രമിച്ച എല്ലാവരുടെയും പാദങ്ങളിൽ മനസ്സാണ് നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രഭാഷണം ഇവിടെ ഒരുക്കി തന്ന പ്രത്യേകിച്ച് പ്രസാദ് സാർ കണ്ടിട്ട് ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. സുരേഷ് സാർ അതുപോലെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. നമസ്കാരം.